അവിടുത്തെ സമീപത്ത് ചെന്നു പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ നടക്കുമോ സംശയം വരുന്നത് നമുക്കാണ്. മഹാനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ലേ എന്ന് സംശയം വരുന്നത് നമുക്കാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും അവബോധ മനസ്സോടുകൂടിയാണ് നാം ഇരിക്കുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും പ്രതികരിക്കുന്നതും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ബോധം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഅളും പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. വഅള് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വഅളിന്റെ ഇടയിൽ കൂടെ തസ്ബീഹിനിക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകും. വഅള് പറയുന്നതിൻ്റെ ഇടയിൽ സ്വലാത്തുകൾക്ക് സന്ദർഭങ്ങൾ ഉണ്ടാകും, തെർളിയത്തിന് സന്ദർഭങ്ങൾ ഉണ്ടാകും. പഴയകാലത്ത് ഈ എരുമാട്ട് ജനങ്ങളോട് അതൊന്നും പറയേണ്ടതില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് വഅള് പറയിപ്പിച്ചും വഅള് കേട്ടും എമ്പാടും പരിചയമുള്ള വലിയ അനുഗ്രഹീതരായ ആളുകളാണ് ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ ഓർത്തു നോക്കൂ, നമുക്ക് ഇന്ന് പഴയ കാലത്തെ ഉസ്താദുമാര് വഅള് പറയുമ്പോൾ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയാറുണ്ടായിരുന്നു. ഖാലല്ലാഹു അസ്സ വജൽ എന്ന് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ കേൾക്കലുണ്ടോ? വളരെ അപൂർവമാണല്ലേ. എന്നാൽ വഅള് പറയുന്ന ഉസ്താദ് ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ സദസ്സിലിരിക്കുന്ന ആളുകൾ ചെല്ലേണ്ടതെന്നാണ് എന്ന് ഓർമ്മയിലുണ്ടോ? ഇല്ല. ഒരു 30 വയസ്സിന്റെ കീഴ്പോട്ടുള്ള ആളുകൾക്കൊന്നും അറിയില്ല. ഒരു 30 വയസ്സിന്റെ മേലെയുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ നാടിനെ അറിവനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അതേ സമയത്ത് സാധാരണക്കാരായ ഒരു 20-25 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ ഉസ്താദ് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് എന്ന്. നമ്മളെന്ത് പറയാനാ? നമ്മളിങ്ങനെ കേട്ടിക്കേനെ. അല്ലാ, അവിടെ ഒരു തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്. ഇമാം നവവി തങ്ങൾ തന്റെ അദ്കാറിൽ അത് പറയുന്നുണ്ട്. സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. എത്ര ആവേശത്തോടു കൂടിയാണ് അത് ചെല്ലാറുണ്ടായിരുന്നത്. ആ സദസ്സ് മുഴുവനും അതിന് കൊണ്ട് മുഴങ്ങുമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇനി ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്, മഹാന്മാരായ അയിമ്മത്ത് അവരെ കിതാബുകളിൽ ഒരു സ്ഥലത്തും ഖാലല്ലാഹു എന്ന് പറഞ്ഞ് നിർത്തലില്ല. ഖാലല്ലാഹു അസ്സ വജല്ല എന്നോ ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോ ഖാല അസ്സ മിൻ ഖായിലിൻ എന്നോ എന്തെങ്കിലും അള്ളാഹുവിന്റെ ഒരു സിഫത്ത് ഘടിപ്പിച്ചുകൊണ്ടല്ലാതെ അയിമ്മത്തിന്റെ ഒരു കിതാബും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു തസ്ബീഹിന്റെ പുണ്യം എത്രയാണ് എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോ ഇവിടെ നോക്ക്, എനിക്ക് വാഴ് കേൾക്കാൻ വന്ന ആളുകൾ ഈ സദസ്സൊക്കെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഇരിക്കണം, അങ്ങനെ ഒരു നിർബന്ധമില്ല. അങ്ങനല്ല, ഒരു നിർബന്ധമില്ലാത്ത ആളാ. പക്ഷെ ഈ കസേരകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നാല് ഇതൊക്കെ കൊണ്ടിട്ട ആളുകൾക്ക് വേണമെങ്കിൽ സന്തോഷമാണ്. ഇത്രയും പാടുപെട്ട് ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് കസേരകളൊക്കെ നിരത്തി ഇത്രയും സുന്ദരമായ വേദിയൊക്കെ ഒരുക്കിയ ആളുകൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഇരിക്കുന്നത് കണ്ടാൽ വലിയ സന്തോഷമാണ്. വഴുത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കണമെന്നൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് നെറ്റ് നോക്കിയാൽ മതി, മൊബൈൽ തുറന്നു വെച്ച് നോക്കിയാൽ മതി, റോഡ് സൈഡിലൊക്കെ നിന്നാൽ മതി. വഴുത് കേൾക്കാൻ ഇനി ആ വയല് നോക്കാൻ വേണ്ടി വയല് കേൾക്കാനും ശ്രദ്ധിക്കാനും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്ന ആളുകളോട് എനിക്ക് വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല, സന്തോഷം. പക്ഷെ നിങ്ങളൊക്കെ ഈ വേദി ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് നവ്വറല്ലാഹു മർക്കദ അവരുടെ പേരിൽ സംഘടിപ്പിച്ച ഈ വേദിയിൽ നിരത്തിയ കസേരയിലൊക്കെ വന്ന് ഇരുന്ന് പന്തലിൽ ഇരുന്ന് നിങ്ങൾ ഇരുന്നു കൊടുത്താൽ ഇതിനു വേണ്ടി വിയർപ്പൊലിപ്പിച്ച് അധ്വാനിച്ച് സഹായിച്ച ആളുകൾക്ക് വലിയ സന്തോഷമാണ്, നമുക്ക് വലിയ സഹകരണമാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് പറയുന്നത് ഞാൻ കുടുംബജീവിതം എത്ര പറയാനാ എന്നോട് തങ്ങളുപ്പാപ്പ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞു പോയതാ. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ കനം മനസ്സിലായാൽ നമുക്ക് ഇനിയെങ്കിലും പറയാൻ ശ്രമിക്കാമല്ലോ. നിങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മയും തിന്മയൊക്കെ തൂക്കും. നിങ്ങൾക്കൊക്കെ തൂക്കും. നമ്മൾ പലതും തൂക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. തുലാസ് കണ്ടിട്ടില്ലേ? ഇല്ലേ?
ഇവിടെ കൊടകിലെ ആൾക്കാർക്ക് കാപ്പി തൂക്കുന്ന തുലാസ് അറിയാലോ, കുരുമുളക് തൂക്കുന്ന തുലാസും, സീസൺ വരുമ്പോ ഓറഞ്ച് തൂക്കുന്ന തുലാസും അറിയാം, പൊന്നു തൂക്കുന്ന തുലാസും അറിയാം. എന്നാൽ പിന്നെ നിങ്ങൾ പറയോ, വലിയ വലിയ ചുമട് കൊണ്ടുവരുന്ന ലാറി, 18 ടണ്ണ് 20 ടണ്ണൊക്കെ വലിയ ചരക്ക് കൊണ്ടുവരുന്ന ലാറി, ആ ലാറിയും ചരക്കും ഒന്നിച്ചു തൂക്കുന്ന തുലാസുണ്ട് അല്ലേ? കണ്ടില്ലേ? അതും അറിയാം. അങ്ങനെ ഒരു പടി തുലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, നിസ്കാരം തൂക്കുന്ന തുലാസ് കണ്ടുകണോ? അല്ല, അത് കണ്ടുകണോ? നോമ്പ് തൂക്കുന്ന തുലാസ് കണ്ടുകണ? ഗീബത്ത് പറഞ്ഞ് തൂക്കുന്ന തുലാസ് കണ്ടുകണ? പെണ്ണുങ്ങളെ നോക്കിയ തൂക്കുന്ന തുലാസ് കണ്ടുകണ? നിങ്ങൾ എന്താ പ്രതികരിക്കാത്ത? നിങ്ങൾ കാണും പറയൂ, അങ്ങനെ എന്താ തുലാസ് നിങ്ങൾ കണ്ടുകണ? എന്നാൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന വിശുദ്ധ ഖുർആൻ ഒരു തുലാസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുന്നതാണ്. സാധാരണക്കാരായ ആളുകൾ, കിതാബ് ഓതിയ ആളുകളൊന്നും ആവണ്ട. നിങ്ങൾ ഇശാ നിസ്കാരത്തിന് അതുപോലത്തെ നിസ്കാരങ്ങളിലൊക്കെ ഇമാമുകളെ പിറകിൽ നിന്നുകൊണ്ട് ഫാത്തിഹ സൂറത്തിന് ശേഷം ഓതുന്നത് കേൾക്കാറില്ലേ? ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. നന്മയും തിന്മയും തൂക്കുമ്പോൾ അവിടെ ആരെയെങ്കിലും നന്മയുടെ തുലാസ് ഭാരം തൂങ്ങിയാൽ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവനെത്ര നല്ല ജീവിതത്തിലാണ്, തൃപ്തികരമായ ജീവിതത്തിലാണ്, കാലാകാലവും ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത സന്തോഷകരമായ ജീവിതത്തിലാണ്. അതേ സമയത്ത് വഅമ്മാമൻ ഖഫത്ത് മവാസീനുഹു, ഒരുത്തന്റെ നന്മയുടെ തട്ടെങ്ങാനും താന്നുപോയാൽ, ഒത്തിരി ഭാരം ചുരുങ്ങിപ്പോയാൽ, ഫഉമ്മുഹു, അവന്റെ വാസസ്ഥലം ഹാവിയയാണ്. വമാദറാക, നിങ്ങൾക്ക് എന്തറിയാം? മാഹിയ, ഹാവിയ എന്താണെന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നാറുൻ ഹാമിയ, വർണ്ണിക്കാൻ കഴിയാത്ത ചൂടുള്ള നരകമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന ഒരു തുലാസുണ്ട്. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിലെ വിശുദ്ധ ഖുർആൻ 30 ജുസ് ആണ്. സഹീഹുൽ ബുഖാരി 30 ജുസ് ആണ്. അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനമുള്ള ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ഖുർആൻ 30 ഖത്മ തീർക്കൽ സുന്നത്തുള്ളതുപോലെ, ഖത്മ തീർത്തുകൊണ്ട് പ്രാർത്ഥനയുള്ളതുപോലെ, ഖുർആൻ ഖത്മ തീർക്കുന്ന ദിവസം പ്രാർത്ഥന നടത്തിയിട്ട് അന്നദാനങ്ങൾ നടത്തൽ സുന്നത്തുള്ളതുപോലെ, അത് പ്രത്യേകമായിട്ടൊരു ചടങ്ങാക്കി കൊണ്ട് നടക്കൽ സുന്നത്തുള്ളതുപോലെ, സഹീഹുൽ ബുഖാരി ഖത്മ തീർക്കലും ആ ഖത്മ തീർക്കുന്ന അന്ന് പ്രത്യേകം പ്രാർത്ഥന നടത്തലും അന്ന് പ്രത്യേകം സദ്യയുണ്ടാക്കലും പഴയകാലത്ത് അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സഹീഹുൽ ബുഖാരിയില് 30 ആണ് സഹീഹുൽ ബുഖാരി ഉള്ളതെങ്കിൽ, മക്കളെ ഇമാം ബുഖാരി ഈ സഹീഹുൽ ബുഖാരി എഴുതിയത് എവിടെയാണ്? അതേ മക്കയിൽ നിന്ന് തുടങ്ങിയിട്ട് മദീനയിൽ വെച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി എഴുതി തീർത്തിട്ടുള്ളത്. തീർന്നില്ല, 16 കൊല്ലം കൊണ്ട് എഴുതി തീർത്ത ഈ സഹീഹുൽ ബുഖാരി നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ബുഖാരി ബുഖാരി എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ ബുഖാരിയുടെ പ്രത്യേകത എന്നറിയുമോ? അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ എഴുതുന്നത് ഞാനും നിങ്ങളും എഴുതുന്നത് പോലെയല്ല, ഞാനും നിങ്ങളും കേൾക്കുന്നത് പോലെയല്ല. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി എഴുതാൻ എന്ന ഉദ്ദേശത്തോടുകൂടി അതാ കടലാസ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കടലാസ് കൊണ്ടുവച്ചിരിക്കുന്ന റൂമില് പിന്നീട് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം അതബ് കൊണ്ട് ഇരിക്കുമായിരുന്നില്ല. ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതിയതല്ല, എഴുതാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ കടലാസിന് ബറക്കത്തുണ്ടെന്ന് വിശ്വസിച്ച് അതിന് ബഹുമാനമുണ്ടെന്ന് വിശ്വസിച്ച മഹാനാണ് ഇമാം ബുഖാരി.
അങ്ങനെയാണല്ലോ സഹോദരാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട് ഒരു സുന്ദരമായ വീട് നാം പണി കഴിക്കുകയാണ്. ആ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഏത് റൂമും നമുക്ക് ഡൈനിങ് ഹാളാക്കാം, ഏത് റൂമും നമുക്ക് പ്രയർ ഹാളാക്കാം, ഏത് റൂമും നമുക്ക് ബെഡ്റൂം ആക്കാം, ഏത് നമുക്ക് അതേ ഓഫീസ് റൂമാക്കാം, ഏത് റൂമും നമുക്ക് ടോയ്ലറ്റ് ആക്കാം. അതേ സമയത്ത് ഒരു റൂം നമ്മൾ ടോയ്ലറ്റായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ടോയ്ലറ്റ് ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ആ റൂമിൽ വെച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം വിളമ്പി തന്നാൽ, നമ്മളെ സൽക്കരിച്ചിരുത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ സഹോദരാ? താല്പര്യപ്പെടുമോ സഹോദരാ? നമുക്കതിനോട് അറപ്പാണ്. ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത നല്ല കുപ്പി പ്ലേറ്റിന്റെ കൂട്ടുള്ള അതേ സാധനമാണ് ഈ ക്ലോസറ്റായി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതിലാണ് നിങ്ങൾക്ക് ഭക്ഷണം തന്നതെങ്കിലോ, അതിലാണ് നിങ്ങൾക്ക് വെള്ളം തന്നതെങ്കിലോ നിങ്ങൾ കുടിക്കുമോ? നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും അത് ഉപയോഗിച്ചിട്ടില്ല. സാക്ഷാൽ പിഞ്ഞാണത്തിന്റെ കൂട്ട് തന്നെയാണ്, നിന്റെ വീട്ടിലെ പ്ലേറ്റിന്റെ കൂട്ട് തന്നെയാണ്. പക്ഷേ അത് നിശ്ചയിച്ചതോടുകൂടി അതിനോട് അറപ്പ് വന്നുപോയി, വെറുപ്പ് വന്നുപോയി. എന്തായി ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാനുള്ളത് എന്നതുപോലെ അള്ളാഹുവിന്റെ കലാം, ഹബീബായ മുത്തുനബിയുടെ കലാം, ഹബീബായ മുത്തുനബിയുടെ ഹദീസ് എഴുതാനാണെന്ന ഉദ്ദേശത്തോടുകൂടി വൈറ്റ് പേപ്പർ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ അതിനാ ഹദീസിന്റെ പ്രത്യേകതയുണ്ട്, അതിന് പ്രത്യേകം ആദരവുണ്ട്, അതിന് പ്രത്യേകം ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതാൻ വേണ്ടി നിശ്ചയിച്ച കടലാസ് കൊണ്ടുവച്ച റൂമിലേക്ക് അതോടുകൂടിയല്ലാതെ പിന്നീട് അവിടുന്ന് പ്രവേശിച്ചിട്ടില്ല, പിന്നീട് അതിന്റെ സമീപത്ത് ഇരുന്നിട്ടില്ല. ഈ ബുഖാരി ഇമാമ് തന്റെ സഹീഹുൽ ബുഖാരി 8000-ൽ ചില്ലാനം ഹദീസുകൾ അതിൽ രേഖപ്പെടുത്തിയത്. ഓരോ ഹദീസ് എഴുതുന്നതിന്റെ മുൻപ് ഇമാം ബുഖാരി കുളിക്കുന്നു, തൂവള്ള വസ്ത്രം ധരിക്കുന്നു, അത്തറ് പൂശുന്നു, എന്നിട്ട് ഒതുവെടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷമല്ലാതെ ഒരു ഹദീസും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല, എഴുതിയിട്ടില്ല. സഹീഹുൽ ബുഖാരി എഴുതിയത് പകൽ സമയത്തല്ല മനുഷ്യരെ, പാതിരാത്രിയിലാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതിയത്. എല്ലാ ഹദീസും എഴുതിയത് പാതിരാക്ക് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷമാണ്. പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം എഴുതുമ്പോൾ സൂര്യന്റെ പ്രകാശമില്ല, ചന്ദ്രന്റെ പ്രകാശം വേണം. അല്ലാഹ് വിളക്ക് കത്തിച്ചിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിന്റെ വെളിച്ചത്തിൽ ബുഖാരി ഇമാം സഹീഹുൽ ബുഖാരി എഴുതിയിട്ടില്ല. നിങ്ങളെപ്പോഴെങ്കിലും മദീനയിൽ ചെന്നാൽ മദീനയുടെ വടക്കുഭാഗത്ത് മസ്ജിദുൻ നബവിയിൽ നിന്ന് വടക്കുഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം ഷാറുൽ അബൂദർ. ആ ഷാറുൽ അബൂദറിന്റെ തൊട്ടങ്ങോട്ട് ഒരു ഏകദേശം അല്പം അങ്ങോട്ട് നടന്നാൽ കാണാം നിങ്ങൾക്കൊരു പള്ളി. ആ പള്ളിന്റെ പേര് മസ്ജിദുൽ ബുഖാരി. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി ആ പള്ളിയിൽ വെച്ച് ഇരുന്ന് എഴുതിയതാ, പാതിരാക്ക് എഴുതിയതാ, നിലാവെളിച്ചത്തിൽ എഴുതിയതാ, 16 കൊല്ലം കൊണ്ട് എഴുതി തീർത്തതാ. ശുഭത്തിന്റെ മുതലുണ്ടാവരുത്. എണ്ണ കത്തിച്ച് വിളക്ക് വെച്ചാല്, മെഴുകുതിരി കത്തിച്ച് വെളിച്ചം ഉപയോഗിച്ചാല് അതിൽ ശുഭത്ത് കടന്നുകൂടുമോ എന്ന് കരുതിയിട്ട് നിലാവുള്ള രാത്രിയിൽ നിലാവെളിച്ചത്തിൽ എഴുതി തീർത്ത പണ്ഡിതനാണ് ഇമാം ബുഖാരി. ആ ബുഖാരി ഇമാം, ഞാൻ എന്താ പറയുന്നത്, ആ ബുഖാരി ഇമാമിന്റെ സഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ ഹദീസ് ഏതാണെന്നറിയോ? 8000-ൽ ചില്ലാന ഹദീസുകൾ എഴുതിയിട്ട് അവസാനം തീർത്തത് ബാബു ഖൗലിഹി തആല വനദഉൽ മവാസീനൽ ഖിസ്ത. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ വിശദീകരണം. വനദഉൽ മവാസീനൽ ഖിസ്ത, വളരെ നീതിപൂർവകമായ ഒരു തുലാസ് നാം സ്ഥാപിക്കും. അത്രയ്ക്കും നീതിയുള്ള തുലാസ്. ഇവിടെ നോക്ക്, നിങ്ങൾ ഈ കയ്യിന്റെ വിരലുകൾ ഒന്ന് കരുതിയേ. ഈ 2 ഈ തള്ളവിരലും
നടുവിൽ വിരലും ശരിക്കും ഇങ്ങനെ ഒന്ന് വരുതിയാൽ, പണിയുള്ള ആളുകൾ, ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ അമർത്തി വരുതിയാൽ ഒരു പൊടി ചാടും അല്ലേ? വരുതി നോക്കണ്ടേ, ചാടുമല്ലെന്ന് പറയണെങ്കിൽ. ജോലി ചെയ്യുന്ന ആളുകളെ പോലെ ഒരു ചെറിയ പൊടി ചാടും. ആ പൊടിക്ക് അറബിയിൽ ഖുർആനും ഹദീസിലും പറഞ്ഞ ഒരു ഫത്തീൽ എന്നാണ്. അതുപോലും തൂക്കുന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെ കൈയിങ്ങനെ വരുതിയാൽ, വിരലിങ്ങനെ വരുതിയാൽ തഴയ്ക്ക് വീഴുന്ന പൊടി, അത്ര കനമുള്ള സാധനം പോലും ഈ തുലാസിൽ കൃത്യമായിട്ട് തൂക്കും. പൂള തൂക്കുന്ന തുലാസിൽ അത് തൂങ്ങൂല. കുരുമുളകും കശുവണ്ടിയും ഇഞ്ചിയും ഏലവും കാപ്പിയും ചായയും തൂക്കുന്ന തുലാസിൽ അതൊന്നും തൂങ്ങൂല. എന്നാൽ അള്ളാഹുവിന്റെ തുലാസിൽ അത് കൃത്യമായിട്ട് തൂങ്ങും. അങ്ങനത്തെ ഒരു തുലാസ്, ആ തുലാസിനാണ് നമ്മുടെ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ധർമ്മവും വഅളും പ്രസംഗവും മുഴുവനും കേൾക്കുന്നത്, തൂക്കുന്നത്, ചെല്ലുന്ന ദിക്റുകൾ മുഴുവനും എല്ലാം തൂക്കുന്നൊരു തുലാസ്. മക്കളെ, ആ തുലാസിനെ പറ്റി നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, ഇപ്പോൾ രാത്രിയാണ്, ഒരു പകൽ കഴിഞ്ഞ് രാത്രിയായതാണ്. ഇനി അല്പം സമയം കഴിഞ്ഞാൽ, മണിക്കൂറുകൾ കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഒരു പകൽ വരാനുണ്ടോ? ഉണ്ടോ? ഒരു പകൽ വരുന്ന ഉറപ്പല്ലേ? നിങ്ങൾക്ക് ഉറപ്പില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. വലിയൊരു ഉറപ്പില്ലല്ലേ? ആ പകല് വരുന്നത് നിങ്ങൾക്ക് എത്ര കണ്ട് ഉറപ്പുണ്ട്? അതേപോലെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിസ്കരിച്ചാൽ മതി എന്നാ ഞാൻ പറയുന്നത്. എല്ലാവരും നിസ്കരിച്ചോളി എന്നല്ല പറഞ്ഞു, ഞാൻ തിരിച്ചാൽ. ഞാൻ ഈ പറയുന്ന കാര്യം, ഇപ്പോൾ പറയുന്ന ഈ കാര്യം, ഈ രാത്രിക്ക് ശേഷം ഒരു പകല് വരാനുണ്ട് എന്ന് എത്ര കണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? അതേ നിലക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിസ്കരിച്ചാൽ മതി. അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുത്താൽ മതി. അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉറൂസിൽ വന്നാൽ മതി. അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്താൽ മതി. അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുള്ളൂ. അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കള്ളുകിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിലക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാ. ഞാൻ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളാകുന്ന മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട് എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അചഞ്ചലമായി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇബാദത്ത് കൊണ്ട് കാര്യമുള്ളൂ. കഷ്ടപ്പെട്ട് നിസ്കരിച്ചിട്ട് കാര്യമുള്ളൂ. എന്തിനാണ് എൻ്റെ പ്രവർത്തകർ ഇത്ര കഷ്ടപ്പെടുന്നത്? എന്തിനാണ് മുഅ്മിനീങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നത്? മരം കോച്ചുന്ന കിടുകിടെ വെറുക്കുന്ന തണുപ്പിൽ പോലും തണുത്ത വെള്ളം ഉപയോഗിച്ച് ഓതുവെടുത്ത് നിസ്കരിക്കുന്നത് എന്തിനാ? എത്രയും പാടുപെട്ട് ഹജ്ജും ഉംറയും ചെയ്യുന്നത് എന്തിനാ? എത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കുന്നത് എന്തിനാ? സുഖസൗകര്യങ്ങളോട് കൂടെയുള്ള ജീവിതം പടച്ച റബ്ബിനെ പേടിച്ചിട്ട് ഉപേക്ഷിക്കുന്നത് എന്തിനാ? അല്ലാ, ഈമാനുണ്ടോ എങ്കിലേ ഇതൊക്കെ ഉപകരിക്കുകയുള്ളൂ. മോനെ, പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ സർവകർമ്മങ്ങളും തൂക്കുന്നൊരു തുലാസുണ്ട്. എൻ്റെ വഅദ് തൂക്കുന്നൊരു തുലാസുണ്ട്. വഅദ് കേൾക്കുന്നത് തൂക്കുന്നൊരു തുലാസുണ്ട്. 24 മണിക്കൂറും കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചിട്ട് ഈ കിളിപ്പെടുത്തുന്ന കഥകളും ചിത്രങ്ങളും കണ്ടും രസിച്ചും നിർമ്മിച്ചും കണ്ടും രസിച്ചും കളിക്കുന്ന സംഗതികളുണ്ട്. ഇതൊക്കെ തൂക്കുന്നൊരു സമയമുണ്ട്. ഇതൊക്കെ തൂക്കുന്നൊരു തുലാസുണ്ട്. ആ തുലാസ് കണ്ടിട്ടില്ല. അല്ലാ, ഹബീബ് റസൂലുള്ളാഹ് ഈ തുലാസിനെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കണോ? ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, യുവാക്കളോട് ഞാൻ ചോദിക്കട്ടെ. മഹാനായ ഈസ നബി അലൈഹിസ്സലാം
അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അത്ഭുതം നൽകിയ പ്രവാചകരല്ലേ ഈസ നബി അലൈഹിസ്സലാം. മൂസ നബിയെ പോലെ മുമ്പൊരു പ്രവാചകനെ പടച്ച റബ്ബ് അയച്ചിട്ടില്ല, ഇനി അങ്ങനത്തെ ഒരു പ്രവാചകനെ അയക്കുകയുമില്ല എന്ന് ജൂതന്മാരെ പ്രചരിപ്പിച്ചിരുന്നതാ, ജൂതന്മാരെ പരസ്യപ്പെടുത്തിയിരുന്നതാ, അവര് നേരത്തെ വിശ്വസിച്ചിരുന്നതാ. അതുകൊണ്ട് പിൽക്കാലത്ത് വന്ന പ്രവാചകന്മാരൊക്കെ ജൂതന്മാര് തള്ളിപ്പറഞ്ഞതാ. അതിനു വേണ്ടിയാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ വലിയ അത്ഭുതത്തോടുകൂടി പടച്ച റബ്ബ് സൃഷ്ടിച്ചതാ. മഹദിയായ ബീവി മറിയം ബീവി, കന്യാ മറിയമാ, ഭക്തിയുള്ള പെണ്ണാ, ഹന്നത്ത് ബീവിന്റെ പൊന്നുമോള. അല്ലാ ആ മറിയം ബീവിതാ 24 മണിക്കൂറും പടച്ച റബ്ബിന്റെ ഇബാദത്തിൽ മുഴുകിയിരുന്നതാ. അതിനുവേണ്ടി ഹന്നത്ത് ബീവി നേർച്ച വെച്ചിരുന്നതാ. ആ മറിയം ബീവി ഇദൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയാ. ബഹുമാനപ്പെട്ട മറിയം ബീവി നല്ല കുഞ്ഞാവണം, പടച്ച റബ്ബിന് ഉപകരിക്കുന്നതാവണമെന്ന് നേരത്തെ തന്നെ ഹന്നത്ത് ബീവി ചിന്തിച്ചതാ. വഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മക്കൾ നന്നാവേണ്ടതല്ലേ, നല്ല മക്കളെ കൊതിക്കുന്നതല്ലേ. നല്ല മക്കൾ നല്ല മാതാപിതാക്കൾക്കേ ജനിക്കുകയുള്ളൂ. നല്ല മാതാപിതാക്കൾക്കാ നല്ല മക്കൾ ജനിക്കുന്നത്. അല്ലാ മക്കള് നന്നാവാനുള്ള ഏറ്റവും വലിയ ഘടകം മാതാപിതാക്കൾ നന്നാവലാണ്. നല്ല മാതാപിതാക്കൾക്കേ നല്ല മക്കൾ പിറക്കുകയുള്ളൂ. ഹന്നത്ത് ബീവി അതാ ഗർഭം ധരിച്ചപ്പോ എന്റെ ഉമ്മമാരോട് വർത്തമാനകാലത്ത് എന്തെങ്കിലും ത്യാഗങ്ങൾ ഉമ്മമാര് സഹിക്കാറുണ്ടോ? ഗർഭം ധരിച്ച ത്യാഗമുണ്ടോ? പ്രസവിക്കുന്ന ത്യാഗമുണ്ടോ? മുലയൂട്ടുന്ന ത്യാഗമുണ്ടോ? എന്തെങ്കിലും കഷ്ടപ്പാട് ഉമ്മമാര് സഹിക്കലുണ്ടോ? സുബ്ഹാനല്ലാഹ്. 10 പെറ്റ ഉമ്മക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞതാ. ഒരു പെണ്ണ് ശരിക്കങ്ങ് പ്രസവിക്കുമ്പോ മരണത്തിന്റെ പകുതി വേദന അനുഭവിക്കുമെന്ന് പറഞ്ഞതാ. പെണ്ണുങ്ങൾക്ക് ഒരുപാട് പുണ്യം കിട്ടാനുള്ളതാ. അതേ പുരുഷന്മാരെ പോലെ നിസ്കാരം പെണ്ണുങ്ങൾക്കില്ല, പുരുഷന്മാരെ പോലെ ഇബാദത്ത് പെണ്ണുങ്ങൾക്കില്ല, കാര്യമായ ബാധ്യതകളൊന്നും പെണ്ണുങ്ങൾക്കില്ല. ഒരു മഹല്ലത്തില് ജുമുഅ നടന്നില്ലെങ്കിലോ, ജമാഅത്ത് നടന്നില്ലെങ്കിലോ, ഇസ്ലാമിന്റെ ശിആറുകൾ നടപ്പായില്ലെങ്കിലോ, മയ്യത്ത് മറവ് ചെയ്യുന്നത് ശരിയായില്ലെങ്കിലോ, മയ്യത്ത് നിസ്കാരം ശരിയായില്ലെങ്കിലോ, അതെ മതപരമായ ശിആറുകളൊക്കെ ഒരു നാട്ടിൽ നടന്നില്ലെങ്കിലോ ഉമ്മമാർക്ക് കുറ്റമില്ല, അവരോട് ചോദ്യമില്ല. എന്തുകൊണ്ട് നിങ്ങളെ മഹല്ലത്തിൽ കൃത്യമായി വാങ്ങി വിളിച്ചില്ല? എന്തുകൊണ്ട് വാങ്ങി വിളിച്ചത് ശരിയായില്ല? എന്തുകൊണ്ട് കൃത്യമായി ഇസ്ലാമിന്റെ ശിആർ നടക്കുന്നത് വെളിവാകും പ്രകാരത്തിൽ ജമാഅത്ത് നടന്നില്ല? പെണ്ണുങ്ങളോട് ചോദ്യമില്ല. സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ഉപ്പമാർക്ക് ഒരു പക്ഷേ അറിവുണ്ടാവില്ല, അവരൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മുസ്ലിം ചെറുപ്പക്കാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല, മുസ്ലിം ചെറുപ്പക്കാർ പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു മഹല്ലത്തിൽ 1000 വീടുകളുള്ളൊരു മഹല്ലത്താ, വിശാലമായിരിക്കുന്ന ഒരു മഹല്ല, ആയിരക്കണക്കിന് വീടുകളുണ്ട്, ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. ആ മഹല്ലത്തില്, ആ മുസ്ലിം കുടുംബങ്ങളിൽ താമസിക്കുന്ന മഹല്ലത്തില് ഒരു ഇമാമും ഒരു മഅ്മൂമും അല്ലെങ്കിൽ ഒരു 10-20 മുതഅല്ലിമീങ്ങളും ഒരു ഇമാമും നിസ്കരിച്ച് ജമാഅത്ത് നിലനിർത്തിയാൽ അവരെ കടപ്പാട് വിടൂല. ആ നാട്ടുകാര് കുറ്റത്തിൽ നിന്ന് ഒഴിവാകൂല. ഫത്ഹുൽ
ഫത്ഹുൽ മുഈനിലൊക്കെ മസ്അല പറഞ്ഞിട്ടില്ലേ, നബി ഇമാം മിൻഹാജിൽ പറഞ്ഞിട്ടില്ലേ, അതുപോലെ പണ്ഡിതന്മാര് മുഴുവനും പറഞ്ഞിട്ടില്ലേ. ഓരോ മഹല്ലത്തിലും ഇസ്ലാമിന്റെ ശിആർ വെളിവാകുന്ന രൂപത്തിലുള്ള ജമാഅത്ത് നടക്കൽ ഫർദ് കിഫായയാ. അത് കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ സർവ്വപ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരും അതിന് ഉത്തരവാദികളാ, കുറ്റക്കാരാ. പടച്ച റബ്ബിന്റെ മുൻപിൽ വ്യക്തമായി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടതാ. ഒരു മഹല്ലത്തിൽ മക്കളെ, ഒരു പള്ളിയിൽ നമ്മൾ ഒരു ഉസ്താദിനെ നിശ്ചയിച്ചോ, ഒരു ഇമാമിനെ നമ്മൾ നിശ്ചയിച്ചോ, ഒരു മുഅദ്ദിനെ നമ്മൾ നിശ്ചയിച്ചോ, ഒരു മുദർരിസിനെ നമ്മൾ നിശ്ചയിച്ചോ, കുറെ മുതഅല്ലിമീങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത് പോറ്റുകയും ചെയ്തു. അവരൊക്കെ കൃത്യമായിട്ട് അവിടെ നിസ്കാരം നടത്തുന്നുണ്ട്, വാങ്ക് വിളിക്കുന്നുണ്ട്, ജമാഅത്ത് നടക്കുന്നുണ്ട്. നിങ്ങളെ നാട്ടിൽ വിവരമുള്ളവരില്ലേ? ചോദിച്ചു നോക്ക്. ആ മഹല്ലത്തുകാരുടെ ഉത്തരവാദിത്തം തീരുമോ? ഓരോ മഹല്ലത്തിലും ഇസ്ലാമിന്റെ ശിആർ വെളിവാകുന്ന രൂപത്തിലുള്ള ജമാഅത്ത് നടക്കേണ്ടതില്ലേ? ജുമുഅ നടക്കേണ്ടതില്ലേ? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ ശിആർ വെളിവാകൽ എങ്ങനെയാണ്? ആയിരക്കണക്കിന് വീടുകളുള്ള ഒരു മഹല്ലാണ്. ആ മഹല്ലത്തിൽ വാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് അതാ ആളുകൾ പള്ളിയിലേക്ക് പോകുന്നു, പള്ളി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. ആരും കണ്ടാൽ മനസ്സിലാകുന്നു ഇവിടൊക്കെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്, ഇവിടെയൊക്കെ ധാരാളം മുസ്ലിമീങ്ങളുണ്ട്, ഈ ഏരിയയിലൊക്കെ മുസ്ലിമീങ്ങളുണ്ട് എന്ന് ജനങ്ങൾക്ക് വെളിവാകുന്ന രൂപത്തിൽ യഥാ അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് ജമാഅത്തിന് പോകുന്നത് കാണേണ്ടതില്ലേ? നടക്കേണ്ടതില്ലേ? മഹല്ലുകാര് ഉത്തരവാദികളല്ലേ? പടച്ച റബ്ബിന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരൂലേ? അല്ലാ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയം പരന്നു പോകുമെന്ന് കരുതിയിട്ട് ഞാൻ മനഃപൂർവ്വം മാറുകയാണ്. മുസ്ലിമീങ്ങളെ, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് പുരുഷന്മാരോടാണ്. പെണ്ണുങ്ങൾക്കത് ബാധ്യതയില്ല. ഇവിടെ ജമാഅത്ത് നടന്നാലും പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, വാങ്ക് വിളിച്ചാലും കുഴപ്പമില്ല, വാങ്ക് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെരുന്നാൾ നിസ്കാരം നടന്നാലും കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ദീനീ സ്ഥാപനങ്ങൾ ഇവിടെ ഉയർന്നാലും സ്ത്രീകൾക്ക് കുഴപ്പമില്ല, അത് ഉയർന്നില്ലെങ്കിലും സ്ത്രീകൾക്ക് കുഴപ്പമില്ല. അല്ലാഹുവിന്റെ ദീനെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല. എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് ഇസ്ലാമിന്റെ പഠനങ്ങൾ നടന്നില്ല? എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് തിന്മയെ തൊട്ട് തടയപ്പെട്ടില്ല? ഇത്തരം കാര്യങ്ങളൊന്നും പെണ്ണുങ്ങളോട് ചോദ്യമില്ല. അതേ സമയത്ത് പെണ്ണുങ്ങൾ ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹാ വസ്വാമത് ശഹ്റഹാ വദഅഹ്സനത് ഫർജഹാ ദഖലത് ജന്നത റബ്ബിഹാ. പെണ്ണുങ്ങൾ 5 വഖ്ത് കൃത്യമായി നിസ്കരിച്ചിരിക്കണം. 5 വഖ്തും കൃത്യമായി ബോധത്തോടു കൂടി നിസ്കരിച്ചിരിക്കണം. വിശുദ്ധ റമദാനിൽ അവർ നോമ്പനുഷ്ഠിച്ചിരിക്കണം. മാത്രമല്ല വഅഹ്സനത് ഫർജഹാ, തന്റെ ചാരിത്രം സംരക്ഷിച്ച് ജീവിക്കണം. തന്റെ ശബ്ദമോ തന്റെ ശരീരമോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും പ്രകാരത്തിൽ, മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്ന രൂപത്തിൽ തന്റെ ശബ്ദം പുറത്ത് വിട്ടൂടാ. മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്റെ മേനി കാണിച്ചൂടാ, തന്റെ ശരീരം കാണിച്ചൂടാ. അത് വസ്ത്രം ധരിച്ചുകൊണ്ടും കാണിച്ചൂടാ, വസ്ത്രം ധരിക്കാതെയും കാണിച്ചുകൂടാ, പർദ്ദ അണിഞ്ഞുകൊണ്ടും കാണിച്ചുകൂടാ, പർദ്ദ അണിയാതെയും കാണിച്ചുകൂടാ. വസ്ത്രം ധരിച്ചോ ധരിച്ചില്ലേ എന്നതല്ല പ്രശ്നം. മറ്റു പുരുഷന്മാർക്ക്, അന്യപുരുഷന്മാർക്ക് ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ, അവർക്ക് രസിക്കാൻ പറ്റുന്ന രൂപത്തിൽ കണ്ടോ, അവരെ കേട്ടുകണ്ടോ. അന്യപുരുഷന്മാർക്ക് രസിക്കുന്ന രൂപത്തിൽ ഒരു പെണ്ണ് അവളെ ശരീരം പ്രദർശിപ്പിച്ചുകൂടാ. ഉമ്മമാര് തിരിച്ചറിയണം. അതാ ശരീരം മറക്കുന്ന വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ ബാധ്യതയിൽ നിന്ന്, തെറ്റിൽ നിന്ന്
പെണ്ണുങ്ങൾ ഒഴിവല്ല. ശരീരം മുഴുവൻ എടുത്തു കാണിക്കുന്ന വസ്ത്രം, വണ്ണവും വലിപ്പവും എടുത്തു കാണിക്കുന്ന വസ്ത്രം, ബോഡി ഷേപ്പ് എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള പർദ്ദകള്, ബോഡി ഷേപ്പ് കാണിക്കുന്ന രൂപത്തിലുള്ള മാക്സികള്, ബോഡി ഷേപ്പ് എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള ചുരിദാറുകള്, അതുപോലത്തെ ഉടയാടകള് ഒരു പെണ്ണ് ധരിച്ച് പുറത്തിറങ്ങിയാൽ ആ പെണ്ണ് പടച്ച റബ്ബിന്റെ മുൻപിൽ രക്ഷപ്പെടൂല. അവർക്ക് സ്വർഗമില്ല, സ്വർഗത്തിന്റെ പരിമളമില്ല. ഹബീബ് മുത്തു റസൂല് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു പെണ്ണതെല്ലാം സംരക്ഷിച്ച് ജീവിച്ചിരിക്കണം. പോരാ, തന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ശറയിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ തന്റെ ഭർത്താവ് തന്നോട് നിർദ്ദേശിക്കുന്ന സമയത്ത് അതനുസരിച്ച് ജീവിച്ചേ പറ്റൂ. നിസ്കരിക്കണ്ട, സുന്നത്ത് നിസ്കരിക്കരുതെന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, സുന്നത്ത് നോമ്പെടുക്കണ്ടെന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, സുന്നത്തായിരിക്കുന്ന ഹജ്ജിന് പോണ്ടെന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഉംറക്ക് പോണ്ടെന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, സുന്നത്തായ ഇൽമ് പഠിക്കാൻ പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചോട് മുസ്ലിം പെണ്ണുങ്ങളെ പഠിച്ചു വെച്ചോ. വിവരമുള്ളവരോട് ചോദിച്ചു നോക്ക്. അല്ലാ, സുന്നത്തായ ഇൽമാണ് പറയുന്നത്. ചരിത്രം കേൾക്കാനാണ് പോകുന്നത്, ദിക്റ് കേൾക്കാനാണ് പോകുന്നത്, പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാനാണ് പോകുന്നത്, സിയാറത്തിനാണ് പോകുന്നത്. പക്ഷേ തന്റെ ഭർത്താവ് പറഞ്ഞു പോകണ്ട. ഒരു പെണ്ണ് പുറത്തിറങ്ങിക്കൂടാ. പെണ്ണെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, പെങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്തിനാ നീ ദിക്റ് ചെല്ലാൻ പോകുന്നത്? എന്തിനാ നീ സലാത്ത് ചെല്ലാൻ പോകുന്നത്? എന്തിനാ നീ ഉംറ ചെയ്യാൻ പോകുന്നത്? എന്തിനാ നീ സിയാറത്തിന് പോകുന്നത്? എന്തിനാണ് ഇൽമിന്റെ സദസ്സിൽ പോകുന്നത്? പഠിക്കാനല്ലേ? പടച്ച റബ്ബിന്റെ സ്വർഗത്തിനല്ലേ? സ്വർഗം കിട്ടാനല്ലേ? ഹബീബ് പഠിപ്പിച്ചത് മറന്നു പോകണ്ട. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസ്വമത് ശഹ്റഹാ വഅതഅത് സൗജഹാ വഅഹ്സനത് ഫർജഹാ ദഖലത് ജന്നത റബ്ബിഹാ. അപ്പണ്ണി സ്വർഗത്തിലാ. അതേ സമയത്ത് ഹബീബായ മുത്തു റസൂല് പറഞ്ഞത് മറക്കരുത്. ഉമ്മമാര് മറക്കരുത്, സഹോദരിമാര് മറക്കരുത്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണ്, ഹാമിലത്തുൻ, പെണ്ണുങ്ങൾ വളരെ പാവങ്ങളാണ്. അവരല്ലേ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നത്, അവരല്ലേ നൊന്ത് പ്രസവിക്കുന്നത്, അവരെത്ര പാവങ്ങളാണ്. കാനിതാത്തുൻ, ഭർത്താക്കന്മാർക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരാ, ഭർത്താക്കന്മാർക്ക് ഖിദ്മ ചെയ്യുന്നവരാ, 24 മണിക്കൂറും ഖിദ്മ ചെയ്യുന്നവരാ, എത്ര ഖിദ്മ ചെയ്താലും മതിയാകാത്തവരാണ്. അങ്ങനത്തെ പെണ്ണുങ്ങൾ പാവങ്ങളാണ്. റഹീമാത്തും ബി ഔലാദിഹിന്ന, അവരെ കുഞ്ഞുങ്ങളോട് എത്ര കാരുണ്യമാണ്, എത്ര താല്പര്യത്തിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, എത്ര താല്പര്യത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നത്, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ആട്ടി ഉറക്കുന്നത്. എന്തെല്ലാം ത്യാഗങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉമ്മമാര് സഹിക്കുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ പാവങ്ങളാ. അവരെങ്ങാനും അവരെ ഭർത്താക്കന്മാരോട് നന്ദികേട് ചെയ്യുന്നില്ല എങ്കിൽ, അവരവരെ ഭർത്താക്കന്മാർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ പെണ്ണുങ്ങളിൽ നിന്ന് സംഭവിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലദഖലത്തിൽ മുസല്ലിയാത്തു മിൻഹുന്നൽ ജന്ന, നിസ്കരിക്കുന്ന സർവ്വ പെണ്ണുങ്ങളും സ്വർഗത്തിൽ കടക്കുമായിരുന്നു. നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കാത്തത് അതിന് കാരണം എന്താ? ഭർത്താക്കന്മാരെ അനുസരിക്കാത്തത്, ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടുത്താത്തത്. അതേ സമയത്തും ഓ മുഅ്മിനാത്തുകളെ, നിങ്ങൾക്ക് ബാധ്യത വളരെ കുറവാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കുറവാണ്, നിങ്ങൾക്ക് ഇബാദത്തുകൾ കുറവാണ്, നിങ്ങൾക്ക് ശറഈന്റെ കീർത്തനങ്ങൾ കുറവാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഇത് രേഖപ്പെടുത്തിയതാ.
ഇതുകൊണ്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിന് വലിയ വലിയ സാദാത്തുക്കളില്ലേ, വലിയ വലിയ ആലിമീങ്ങളില്ലേ, ആ സാദാത്തുക്കളെ ഭാര്യമാരോ ബീവിമാരോ ആലിമീങ്ങളെ ഭാര്യമാരോ ഇങ്ങനെ പൊതുരംഗത്തേക്ക് പോകുന്നതോ ഇങ്ങനെ ഈ മറ്റു പ്രവർത്തനങ്ങൾക്ക് രംഗത്തിറങ്ങുന്നതോ നിങ്ങൾ കാണാറുണ്ടോ? അവരിങ്ങനെ ദിക്റിന് പോകുന്നുണ്ടോ? അവരിങ്ങനെ സലാത്തിന് പോകുന്നുണ്ടോ? അതൊന്നും പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതേ, ഭർത്താക്കന്മാർക്കനുസരിക്കാത്ത നിർബന്ധമായ കാര്യങ്ങൾ അല്ലാത്ത സർവകാര്യങ്ങളും ഭർത്താക്കന്മാരോട് ചോദിച്ച് അവർക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ് ഭാര്യമാരെ കടമ കേട്ടോ. സ്വർഗത്തിനാണോ റബ്ബിന്റെ പൊരുത്തത്തിനാണോ? അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അതേ സമയത്ത് പുരുഷന്മാർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളൊന്നും പെണ്ണുങ്ങൾക്കില്ല. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, എല്ലാം കൃത്യമായി തൂക്കുന്നൊരു തുലാസ് ഉണ്ട്. ഈ തുലാസിൽ നന്മതിന്മ തൂക്കുമ്പോ ഏത് ചെറുതും തൂക്കുന്നതാണ്, ഏത് വലുതും തൂക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ശ്രദ്ധയിൽ വന്നു പോയതാണ്. ബഹുമാനപ്പെട്ട ഹന്നത്ത് ബീവി നേരത്തെ തന്നെ തന്റെ മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചത്, ഗർഭമുള്ള സമയത്ത് തന്നെ പ്രാർത്ഥിച്ചത്, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. ഒരു പെണ്ണ് തന്റെ കുഞ്ഞ് ആരായിരിക്കണമെന്ന് ഗർഭമുള്ള സമയത്ത് തന്നെ തീരുമാനിച്ചിരിക്കണം. എന്റെ കുഞ്ഞൊരു പണ്ഡിതനാവണം, എന്റെ കുഞ്ഞൊരു ആലിമാവണം, എന്റെ കുഞ്ഞൊരു ഹാഫിളാവണം, എന്റെ കുഞ്ഞിങ്ങനെ ദീനീബോധമുള്ളവനാവണം. അത് ഗർഭമുള്ള സമയത്ത് ചിന്തിക്കേണ്ടതാണ്. ഗർഭമുള്ള സമയത്ത് ചിന്തിക്കുന്നത് എന്റെ മകൻ എഞ്ചിനീയർ ആവണം, എന്റെ മകൻ ഡോക്ടർ ആവണം, എന്റെ മകൻ ഇങ്ങനെ ഇന്ന കളിക്കാരനാവണം. അല്ലാ മുഅ്മിനീങ്ങളെ, അല്ലാഹു പഠിപ്പിച്ചു ഹന്നത്ത് ബീവി തന്റെ മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി ഗർഭമുള്ള സമയത്ത് തന്നെ ചിന്തിച്ചു വെച്ചതാ, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. ഗർഭമുള്ള സമയത്ത് തന്നെ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു. അങ്ങനെ എത്ര ഉമ്മമാര് ശ്രദ്ധിക്കാറുണ്ട്? എൻ്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഒരു ഹാഫിളാവണം, അല്ല ഒരു ആലിമാവണം. എന്താ കണക്ക് കൂട്ടിയത്? അതൊക്കെ പ്രസവിച്ചിട്ട് നോക്കും ഉസ്താദേ, ഇപ്പൊക്കെ നോട്ടപ്പത് പെറ്റിട്ടിയാൽ മതി. ഹന്നത്ത് ബീവി അങ്ങനെയല്ല ചിന്തിച്ചത്. വിശുദ്ധ ഖുർആനിൽ സർവ്വ വിഷയങ്ങൾക്കും പാഠങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളുകൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഗർഭമുള്ള പെണ്ണ് ഗർഭകാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതും താൻ മെനയേണ്ടതുമായ കാര്യങ്ങളാണ് ഹന്നത്ത് ബീവിയുടെ ഗർഭത്തിൽ കൂടി ഉമ്മത്തിന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ആ സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം എന്നാണ്. കുടുംബം അവിടെ നിന്ന് തുടങ്ങണം. ഇമ്രാന്റെ കുടുംബം, ആ സൂറത്തിന്റെ പേരെന്നതാ ആലു ഇമ്രാൻ. ഇമ്രാന്റെ ഭാര്യയാണ് ബീവി ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ. എപ്പോഴും വീട്ടിലെ പുരുഷന്മാരെ പേരാ പറയാം, മാന്യന്മാരാരും പെണ്ണുങ്ങളെ പേര് പറയില്ല എന്ന്. വിശുദ്ധ ഖുർആനിൽ ആകെ ഒരു പെണ്ണിന്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ, അത് മറിയം ബീവിന്റെ പേരാ. അതെന്താ? മറിയം ബീവി അള്ളാഹിന്റെ ഭാര്യ അല്ലാന്ന് വരുത്താനാ. ഭാര്യയാണെങ്കിൽ പേര് പറയില്ല. ക്രിസ്ത്യാനികൾ മറിയം ബീവി അള്ളാഹുവിന്റെ ഭാര്യയാണ് എന്ന് ആരോപിച്ചപ്പോൾ അറബി ശൈലിയിൽ അതിന് മറുപടിയാണത്. വിശുദ്ധ ഖുർആനിൽ ഒരുപടി സ്ഥലത്ത് മറിയം ഈസബിന് മറിയം എന്നാ പറഞ്ഞത്. സാധാരണ നമ്മളൊക്കെ കുട്ടികളമ്മേന്നേ പറയുള്ളൂ. നമ്മളെ വീട്ടുകാരെത്തി പുരക്കാരെത്തി ഇവിടെ എന്താ ഭാര്യക്ക് പറയാന്നറിയില്ല കേട്ടോ. അല്ലേ? ഖുർആനിലെ ഹദീസിലൊക്കെ അങ്ങനെ പെരക്കാര് എന്നാ പറയാ, അഹില് എന്നാ പറയാ, പെരക്കാര്. ഇന്ന് പിന്നോട് പെരക്കാര് കൂടെ ഉണ്ട്. അപ്പൊ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി പെരക്കാരാ. പെണ്ണുങ്ങളെ പറ്റിയാണ് പറയുന്നത്, പെണ്ണുങ്ങളെ പേര് പറയില്ല.
ഖുർആനിൽ അല്ലാഹു തആല മറിയം ബീവിന്റെ പേര് ഇങ്ങനെ പറഞ്ഞത് മറിയം ബീവി ഭാര്യയല്ല എന്ന് മനസ്സിലാക്കാൻ. ഭാര്യയാണെങ്കിൽ പേര് വെള്ളാട്ടികളെ പേരേ പറയൂ, ദാസികളെ പേര് പറയും. മറിയം ബീവി അള്ളാഹിന്റെ ദാസിയാണ്, അടിമയാണ്. അടിമകളെ പേരേ പറയുള്ളൂ, അടിമകളെ പേര് പറയും, ഭാര്യന്റെ പേര് പറയുക. അങ്ങനെ ഭാര്യന്റെ പേര് ഇങ്ങനെ പറയുന്ന ആളുണ്ടല്ലോ, ഒരു സുഖം പോരാ, അയാളെ ഓരോ ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. പെണ്ണുങ്ങളെ പേരിങ്ങനെ പറയാം, പെണ്ണുങ്ങളെ പേര് വിളിക്കുക. അങ്ങനെ പെണ്ണുങ്ങളെ പേരാരും വിളിക്കല്ല, വളരെ അപൂർവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ പറയാ? അസ്സലാമു അലൈക്കും യാ ആയിഷ. അങ്ങനെ പറയാറില്ല, അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്ത്, അങ്ങനെ പറയാം, അങ്ങനെയാ പറയാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മുടെ മക്കൾ നന്നാവാൻ ഗർഭമുള്ള സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. അപ്പോഴേ മക്കൾ നന്നാവും. നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കൾ ജനിക്കുള്ളൂ. മക്കൾ കേടുണ്ടാണ്, മാതാപിതാക്കൾ കേടുന്നിട്ടുണ്ടാവും. മക്കളേക്ക് പിതാവിനേക്കാൾ മക്കളുടെ ഒന്നാമത്തെ ഗുരു ഉമ്മയാണ്. ഉമ്മാണ് ഏറ്റവും വലിയ ഗുരു. ഉമ്മയിൽ നിന്നാണ് മക്കൾ പ്രാഥമിക പഠനം പഠിക്കുന്നത്. നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു കേട്ടണ? ഗൗസുൽ മൊയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ. സുബ്ഹാനല്ലാഹ്, കേൾക്കാതിരിക്കാൻ പറ്റുമോ? ആദ്യം പഠിപ്പിച്ചതാരാ? ഉമ്മ പഠിപ്പിച്ചു. ഉമ്മാരാ പഠിപ്പിക്കല്. അക്ഷരങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കൽ ഉമ്മാരാ. ഉമ്മാന്റെ സംസാരം അനുസരിച്ച് ആ മക്കൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ ഉമ്മ നന്നാവണം എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കുമ്പോൾ നന്നാവേണ്ടത് ഉമ്മയാണ്, ഭാര്യ നന്നാവണം. അല്ലെങ്കിൽ ഇജ്ജ് നന്നായാൽ മതി, എൻ്റെ മക്കൾ നന്നാവുന്നല്ല പറയണ്ടത്. ഇയല്ലോ ഉഷാറിലായാൽ മതി, മക്കൾ അങ്ങനല്ല, എൻ്റെ ഭാര്യ നന്നാവണം. നല്ല ഭാര്യമാരിലെ നല്ല മക്കൾ ജനിക്കൂ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുകയാണ്, കെട്ടിപ്പോലും ഉസ്താദ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി ഒന്നും ചെയ്യാറില്ല, നന്നാവാൻ വേണ്ടി ദ്വാരക്കന്നെ, വേറെ ഇപ്പം എന്താ ചെയ്യുക? യഥാർത്ഥത്തിൽ നല്ല ഭാര്യമാരിലെ നല്ല മക്കൾ പിറക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാ, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചത് മറിയം ബീവിനെയാണ്. എപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഏറ്റവും ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കൾ പെൺകുട്ടികളാണ്. പോറ്റിയാൽ ഏറ്റവും ഗുണം കിട്ടുന്ന കുട്ടി പെൺകുട്ടികളാണ്. അങ്ങനെയാണ്. ഹന്നത്ത് ബീവിക്ക് ഏക കുട്ടിയെ കൊടുത്ത മറിയം ബീവിനല്ലേ കൊടുത്തേ? മറിയം ബീവി ഇപ്പം നല്ല ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടിനെ തരണമേ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നേർച്ചയാക്കിയിട്ട് കിട്ടിയത് പെൺകുട്ടിനെയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് വളർത്തിയാൽ പുണ്യം കിട്ടുന്ന മക്കൾ പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഞാനും ആൺകുട്ടികളെ പോറ്റണ്ടെന്നല്ല, ആൺകുട്ടികളെ പോറ്റി ആൺകുട്ടികൾ നല്ലവരായി അവർ കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായാൽ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ആൺകുട്ടികളൊക്കെ മോശക്കാരായി കള്ളുകുടിയന്മാരും തമ്മാടികളും ദുസ്വഭാവക്കാരുമായാൽ ഖബറിലേക്ക് അതിൻ്റെ ഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്താ പറയാ, അയാൾ കുറച്ച് മക്കളുണ്ടാക്കിയിട്ട് നീ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ പറയില്ലേ. ഞാനതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഉസ്താദ് പേര് ബഹുമാനപ്പെട്ട CP ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുമാറാവട്ടെ, ആഖിറം വെളിച്ചമായി കൊടുക്കുമാറാട്ടെ. അദ്ദേഹത്തിന് 9 ആൺകുട്ടികളാണ്. 9 എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര സുഖമാണല്ലോ പറഞ്ഞു. 9 ആൺകുട്ടികളല്ലേ, അതിന് ഉപരി പറഞ്ഞു സുഖം, ഭയങ്കര ബേജാറാണ്. കാരണം എന്താ, ഈ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ പെൺകുട്ടികൾ കെട്ടിച്ചയച്ച് അവരടുത്ത് എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചാൽ പിന്നെ ഇന്ന ആളെ ഭാര്യ ഓടിപ്പോയെന്നേ പറയുള്ളൂ, ഇന്ന ആളെ മോള് പോയി എന്ന് പറയില്ല. കെട്ടിച്ചു പോയാൽ നമ്മളൊരു മോളെ കെട്ടിച്ചു, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു, ആ പെൺകുട്ടി ചാടിപ്പോയി എന്ന് വെക്കുക, എന്താ പറയാ? അതെ, ഇന്ന ആളെ ഭാര്യ ചാടിപ്പോയോലോ എന്നാ പറയാ അല്ലേ? പെൺകുട്ടികളുടെ അഡ്രസ്സൊക്കെ മാറൂലേ കെട്ടിച്ചു കഴിഞ്ഞാൽ? പിന്നെ ഭർത്താവിൻ്റെ പേര് അതുവരെ ഉണ്ടാവും, വഫുലാന്നുണ്ടാവും, വാപ്പാൻ്റെ പേരുണ്ടാവും. കെട്ടിച്ചാൽ പിന്നെ ഒപ്പം പേര് ആരുടെ ഉണ്ടാകുക? പാസ്പോർട്ട് വരെ മാറ്റൂലേ? അപ്പൊ പിന്നെ അതിന്റെ ഷെറൊക്കെ ആയിരിക്കേ വരുള്ളൂ. ആൺകുട്ടികളാണെങ്കിലോ മരിച്ചെന്നാലും പിന്നെയും മരുന്നാ മറ്റോന്റെ പേരക്കുട്ടിയാണ് കയറി അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ദുൽമ ചെയ്താൽ എന്താ പറയാ, ഇത് അയാളെ പേരക്കുട്ടിയാണ്, ഇന്നാളെ മോനാണ്. സുബ്ഹാനല്ലാഹ്, നന്മ ചെയ്താലും അങ്ങനെ തന്നെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചവർക്ക് മുഴുവനും നേരത്തെ നൽകിയത് പെൺകുട്ടികളാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ അൽ കഹ്ഫ് സൂറത്തിൽ കാണാറില്ലേ, മഹാനായ ഖദിർ
അലൈഹിസ്സലാം, ബൽയബ്നു മൽക്കാൻ അൽ ഖദർ അലൈഹിസ്സലാം അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുമായിട്ട് യാത്ര നടത്തിയത്. അതാണല്ലോ അൽ കഹ്ഫ് സൂറത്തിലെ 3 ചരിത്രങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ചരിത്രം. ആ അൽ കഹ്ഫ് സംഭവത്തിൽ ബഹുമാനപ്പെട്ട മൂസ നബിയും ഖദർ നബിയും കൂടി പോകുമ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് വളരെ സുന്ദരനായൊരു കുഞ്ഞിനെ, ഒരു കുട്ടിയെ മഹാനായ ഖദർ നബി അലൈഹിസ്സലാം ഇങ്ങ് പിടിക്കുകയാണ്. അള്ളാഹ് പിടിച്ചിട്ട് ആ കുട്ടിയുടെ തലയിങ്ങ് മൊരുണ്ടിയിട്ട് നാം പറങ്കി മാങ്ങയിൽ നിന്ന് അണ്ടിയിരിയുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ ഉടലിൽ നിന്ന് തലയിങ്ങോട്ട് പിരിച്ചെടുത്തിട്ട് കൊന്നുകളഞ്ഞു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ചോദ്യം ചെയ്തു, അഖതൽത നഫ്സൻ സകിയ്യതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്റാ. എന്തൊരു പണിയാണ് നിങ്ങൾ ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറിയ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലുകയോ? എന്തൊരു പാപമാ! മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ കൂടെ ക്ഷമിച്ചുകൊണ്ട് അനുഗമിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? 2 തവണയായില്ലേ നിങ്ങൾ എൻ്റെ വിലക്ക് ലംഘിക്കുന്നു? ഇനിയെങ്ങാനും എന്നോടൊരു കാര്യം ഞാൻ വിവരിച്ചു തരുന്നതിൻ്റെ മുൻപ് ചോദിച്ചാൽ പിന്നെ എൻ്റെ കൂടെ വരാൻ പറ്റൂല. 3ാമത്തെ തവണയും ചോദ്യം ചെയ്തപ്പോ മഹാനായ ഖിദ്ർ നബി പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക സൗനബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ. നടന്നതിൻ്റെ വിശദീകരണം പറഞ്ഞു തരാ. ആരെയും വിടുമ്പോൾ തെറ്റിദ്ധാരണയോടുകൂടി പറഞ്ഞയക്കരുത്. നീയും ഒരു കൂട്ടുകാരും കുറെ കാലം കൂടെ ജീവിച്ചാല് കൂട്ടുകാരൻ നിന്റെ തെറ്റിദ്ധാരണ കുടുങ്ങിയാല് ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ടാണ് അവനുമായിട്ടുള്ള ബന്ധം മുറിക്കേണ്ടത്. ഒരു ബിസിനസ് പാർട്ണർമാരാണ്, 2 പാർട്ണർമാരായി പിന്നീട് പിരിയുകയാണ്. പിരിയാൻ എന്തോ തെറ്റിദ്ധാരണ കുടുങ്ങിയതാണ്, അത് തിരുത്തി കൊടുക്കേണ്ടതാ. ആ തെറ്റിദ്ധാരണയോടുകൂടി ആരെയും വിട്ടുപിരിക്കാൻ പാടില്ല. നിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു മുതഅല്ലിമാണ്. ആ മുതഅല്ലിം നിന്നെ പിരിഞ്ഞു പോവുകയാണ്. നിന്നെപ്പറ്റി തെറ്റിദ്ധാരണ കുടുങ്ങിയതാണ്. ആ മുതഅല്ലിമിനെ പറഞ്ഞയക്കുമ്പോ ആ തെറ്റിദ്ധാരണ തിരുത്തിയിട്ട് യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞയക്കണം. അല്ലാതെ പറഞ്ഞയച്ചുകൂടാ. എപ്പോഴും ആരും ബന്ധങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ നല്ല രൂപത്തിലേ ബന്ധം തിരിയാൻ പാടുള്ളൂ. ഭാര്യ ഭർത്താവിനെ പറ്റി തെറ്റിദ്ധരിച്ചതാണ്, ഭർത്താവ് ഭാര്യയെ പറ്റി തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ പരസ്പരം തെറ്റിദ്ധാരണ വന്നതാണ്. അതിൻ്റെ പേരിൽ ആ ബന്ധം പിരിയുകയാണ്. അത് തിരുത്തി കൊടുക്കേണ്ടതാ. മോനെ, നിന്റെ അടുത്തൊരു ഭാര്യ കുറെ കാലം ഭാര്യയായി ജീവിച്ചിട്ടുണ്ട്, സംഗതി വശാൽ അവളും നീയുമായി മുന്നോട്ട് പോവുകയില്ല എന്ന് കണ്ടാൽ അവളുമായി നീ ബന്ധം പിരിയുമ്പോ വളരെ സന്തോഷത്തോടുകൂടെ ആവണം പിരിയേണ്ടത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാവണം പിരിയേണ്ടത്. മാത്രമല്ല, നീ ആ ഭാര്യയെപ്പറ്റി പിന്നീട് കുറ്റങ്ങൾ പറയരുത്, ആരോപണങ്ങൾ പറയരുത്, അവരുടെ വീക്ക്നെസ്സുകൾ മറ്റുള്ളവരോട് പറയരുത്. അതുപോലെ ഭാര്യ ഭർത്താവിനെ പറ്റിയും പറയരുത്, ആ കുടുംബത്തെ പറ്റിയും പറയരുത്. നിന്റെ അടുത്ത് ജോലിക്ക് വർഷങ്ങളോളം ജോലിക്ക് നിന്ന ഒരാളാണ്, ആ ജോലിയിൽ നിന്ന് നീ അദ്ദേഹത്തെ പിരിച്ചു വിടുകയാണ്, അല്ലെങ്കിൽ അയാൾ സ്വന്തം പിരിഞ്ഞു പോവുകയാണ്. ഈ മുതലാളിയെ പറ്റിയിട്ട് ഒരു കുറ്റവും പറയണ്ട. തന്നാൻ തിരിച്ചിടുന്ന തൊഴിലാളിയെ പറ്റിയും കുറ്റം പറയണ്ട. ഇക്കാലം അത്രയും സ്വീകരിച്ചതിനും ജോലി തന്നതിനും ജോലിക്ക് ശമ്പളം കൊടുത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് പിരിയലാണ്. നന്ദിയുള്ള കൽബാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഈസ നബി, ബഹുമാനപ്പെട്ട ഈ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ കുട്ടിയെ ഞാൻ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്നറിയോ? ആ
കുട്ടിയോട് തന്റെ മാതാപിതാക്കൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഫകാന അബവാഹു മുഅ്മിനീന ഫഖശീനാ യുരീഖുമാ തുഗ്യാനം വകുഫറാ. ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളായിരുന്നു, സൽജനങ്ങളിൽപ്പെട്ടവരായിരുന്നു, ഭക്തിയുള്ളവരായിരുന്നു. ഈ കുട്ടിയോടവർക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പിൽക്കാലത്ത് ഈ കുട്ടി കാരണമായി അവർ കേടുവന്നു പോയി കുഫരിയത്ത് കാഫിറായി പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഈ കുട്ടിയും കേടുവരേണ്ട, ഈ കുട്ടി കാരണമായിട്ട് മാതാപിതാക്കൾക്കും നഷ്ടം വരണ്ട. فأردنا أن يبدلهما خيرا منه زكاة وأقرب رحما. ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയേക്കാൾ ഖൈറായ ഒരു കുട്ടിയെ കൊടുക്കണമെന്ന് നാം തീരുമാനിച്ചു. നാം അത് തീരുമാനിച്ചത് പടച്ച റബ്ബ് നടപ്പാക്കുകയാണ്. ഔലിയാക്കൾ തീരുമാനിക്കുന്ന കാര്യം അള്ളാഹു നടപ്പാക്കുന്നതുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം ഔലിയാക്കൾ നടപ്പാക്കലുണ്ട്. രണ്ടും ഉണ്ട്. അത് ബഹുമാനപ്പെട്ട ഖിദ്ർ നബി തന്നെ പറയുന്നത് കാണാം. ഫഅറാദ റബ്ബുക യബ്ലുഗാ ശുദ്ധഹുമാ വയസ്തഖ്രിജാ കൻദഹുമാ. റബ്ബ് ഉദ്ദേശിച്ച കാര്യം ഔലിയാക്കൾ നടപ്പാക്കലുണ്ട്. ഔലിയാക്കൾ ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബും നടപ്പാക്കലുണ്ട്. ഇതിനേക്കാൾ നല്ല കുട്ടിയെ കൊടുക്കണമെന്ന് നാം തീരുമാനിച്ചു. അത് കാരണമായിട്ട് കുട്ടിയെ ഞാൻ അങ്ങ് കൊന്നുകളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലും നല്ല കുട്ടിയെ കൊടുക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. സുബ്ഹാനല്ലാഹ്. ആ ദമ്പതികൾക്ക് അല്ലാഹു പിന്നീട് കൊടുത്തത് ഒരു പെൺകുട്ടിയെയാ. ആ പെൺകുട്ടി ഒരു പ്രവാചകന് ജന്മം കൊടുത്തു. വലിയ ഖൈറായി തീർന്നു. അതെ, അമ്പിയാക്കൾക്ക് ജന്മം കൊടുത്ത കുടുംബം എന്ന ഖ്യാതി പിൽക്കാലത്ത് മാതാപിതാക്കൾക്ക് ലഭിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അതിനേക്കാൾ ഖൈറായ കുട്ടിയെ കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് പടച്ച റബ്ബ് കൊടുത്തത് പെൺകുട്ടിയെയാ. അത് വലിയ ഖൈറായി തീർന്നു. അതിലും ഖൈറായ കുട്ടി പെൺകുട്ടിയെ കൊടുത്തത്. അതുകൊണ്ട് പെൺകുട്ടികളെ പോറ്റിയാൽ തന്നെ കൂലിയ. പെൺകുട്ടികൾ 1-2 പെൺകുട്ടികളെ പോറ്റി അവർക്ക് സംസ്കാരമൊക്കെ പഠിപ്പിച്ച് അവരെ ഭർത്താക്കന്മാരെ കൊണ്ട് കെട്ടിച്ചയച്ചാൽ കുന്നലഹു സിത്റം മിനന്നാർ, നരകത്തെ തൊട്ടൊരു മറയാണ്. പെൺകുട്ടികൾ യാസീൻ ഓതിലെങ്കിലും കുഴപ്പമില്ല, കബർപുറത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വരൂലല്ലോ. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ ശരിക്ക് പോറ്റി വളർത്തി കെട്ടിച്ചയച്ചാൽ അത് പുണ്യമാണ്, നരകത്തിൽ നിന്നൊരു മറയാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ഭാഗ്യം നൽകുമാറാവട്ടെ. അതേ സമയത്ത് ആൺകുട്ടികൾ അവർ നല്ലവരായി കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായി തീർന്നാൽ നമുക്ക് ഗുണമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് മറിയം ഹന്നത്ത് ബീവിക്ക് അള്ളാഹു കൊടുത്ത് മറിയം ബീവിയാണ്. ആ മറിയം ബീവി അത്രയും നല്ല മഹദിയാണ്. ആ മറിയം ബീവിക്ക് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടുന്നത് ഒരു പുരുഷനില്ലാതെ ഒരു സ്ത്രീയുടെ കോശത്തിൽ നിന്ന് മാത്രമാണ് അള്ളാഹു ഈസാ നബിയെ സൃഷ്ടിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് വന്നു, നിനക്കൊരു കുട്ടിയെ തരാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. ഒറ്റക്കാരുമാരുമില്ലാത്ത ഒറ്റക്കൊരു സ്ഥലത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ തന്നെ ഗർഭം ധരിച്ചു, അപ്പോൾ തന്നെ പൂർണ്ണമായി, അപ്പോൾ തന്നെ പ്രസവിച്ചു എന്നാണ്. അതാണ് ബത്ലഹേമിലെ ഉണ്ണിയേശു പിറന്നു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ജന്മം തന്നെ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ജനിച്ചത്. അത്ഭുതത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം. അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിരോധാനം അതും അത്ഭുതത്തിലാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖിയാമത്ത് നാളാവും ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ ഈ ലോകം മുഴുവൻ ഇസ്ലാമിക് ഭരണം നടത്തുന്നു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ കല്യാണം കഴിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയുടെ സമീപത്ത് അവിടെ നിന്ന് മറവ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. പറഞ്ഞു വന്നത് അത്രയും അത്ഭുതകരമാണ് ഈസാ നബി അലൈഹി സ്വലാം. ഏത് മരിച്ച ആളുകളെയും ഹയാത്താക്കാൻ ഈസാ നബി അലൈഹി സ്വലാം തങ്ങൾക്ക് കഴിയുമായിരുന്നു. ഈസാ നബിക്ക് മാത്രമല്ല അതിൻ്റെ ശിഷ്യന്മാർക്കും കഴിയുമായിരുന്നു. മരിച്ചവരെ ഹയാത്താക്കാൻ ഈസാ നബിക്ക് മാത്രം ഈസാ നബി ശിഷ്യന്മാർക്കും കഴിയുമായിരുന്നു.
ഏത് വലിയ അസുഖവും സുഖപ്പെടുത്താൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് കഴിയുമായിരുന്നു, ശിഷ്യന്മാർക്ക് കഴിയുമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരല്ലേ മത്തായിയും അതുപോലെ തന്നെ പത്രോസ്, മത്തായി, അതൊക്കെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം ശിഷ്യന്മാരാണ്. അവർക്കും ഈ ഭയങ്കരമായ കഥ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്ന സുന്നത്താ. അവരാ പേരതയ്യാച്ചിട്ട് നിങ്ങളെന്താ, അവരൊക്കെ വലിയ മഹാന്മാരാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളാണ്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നത് ഇരിക്കട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അള്ളാഹുവിനോട് സ്വർഗത്തിന്റെ ഈ തിലാസിനെ പറ്റി ചോദിക്കുന്നത്. ഈ നന്മയും തിന്മയും തൂക്കുന്ന തുലാസൊന്ന് കാണിച്ചു തരുമോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പടച്ച റബ്ബ് കണ്ണടയ്ക്കാൻ വേണ്ടി പറയുന്നു. കണ്ണടച്ച് തുറന്നപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീണുപോയി. ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചു, എന്തേ സംഭവിച്ചത്? എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാര്, ചെറുപ്പക്കാര്, സഹോദരന്മാരറിയാൻ പറയുകയാണ്, ആ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിന്റെ തട്ട് ഞാൻ കണ്ടപ്പോൾ ഈ ദുനിയാവിലുള്ള സർവചരാചരങ്ങളും ആ തട്ടിലങ്ങ് വെക്കുകയാണെങ്കിൽ ഒരു കടകുമണിയോട് പോലും തുല്യമാവുകയില്ല. അത്രയും വിശാലമാ ഈ നന്മയും തിന്മയും തൂക്കുന്ന തുലാസ്. ആ വലിയ തുലാസ് സൽക്കർമ്മങ്ങളെ കൊണ്ട് നിറക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ, ബോധം കെട്ടതാ. ഞാൻ എൻ്റെ സഹോദരന്മാരോട് ചോദിക്കുകയാണ്, നമ്മുടെ അടുത്ത് ആ നന്മയുടെ തട്ട് കരം തൂങ്ങാൻ, അത് നിറയ്ക്കാൻ എന്താണ് ഞാനും നിങ്ങളുമൊക്കെ കരുതി വെച്ചിട്ടുള്ളത്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി സഖീലത്താനി ഫിൽ മീസാൻ. നാളെ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന 2 കലിമത്തുകളെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി തംലഉൽ മീസാന, ഈ തുലാസിനെ നിറക്കാൻ മാത്രം കനമുള്ള അമലാണ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ എത്രയാണ് അതിൻ്റെ പുണ്യമെന്ന് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വലിയ തുലാസ് നിറക്കാൻ ഏറ്റവും കൂടുതൽ പരറ്റുന്ന അമലാണ് ഈ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് പഴയകാലത്തെ ഉസ്താദുമാര് വഅദ് പറയുമ്പോൾ ഇടക്കിടക്ക് തസ്ബീഹിന് അവസരം തരുന്നു, തർദിയത്തിന് അവസരം തരുന്നു, സ്വലാത്തിന് അവസരം തരുന്നു. ഓ മുഅ്മിനീങ്ങളെ, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മളെല്ലാ ഇബാദത്തും ചെയ്യുന്നത്, സൽക്കർമ്മങ്ങളും നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഉൾപ്പെടെ എല്ലാ അമലുകളും ചെയ്യുന്നത് നാളെ ഈ തുലാസിൽ വെച്ച് നമുക്ക് തൂക്കാനാണ്. തൂക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന തിന്മകളോട് ഇത് തുലനം ചെയ്യുന്നതാണ്. ഈ തിന്മകളെക്കാൾ കൂടുതൽ നന്മകൾ ഭാരം തൂങ്ങേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്കറിയുമോ, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും മേൽപോട്ടുയർത്തുമെന്ന് കരുതണ്ട. ഒട്ടുമിക്ക അമലും മേൽപോട്ടുയരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര്, സഹോദരിമാര് മനസ്സിലാക്കണം, നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ധർമ്മം കൊടുക്കുന്നതും ദിക്ർ ചൊല്ലുന്നതും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും മേൽപോട്ടുയർത്തപ്പെടും എന്ന് നിങ്ങൾ കണക്ക് കൂട്ടണ്ട. ആഖിറത്തിലെത്തുന്ന സമയത്ത് ഒട്ടുമിക്ക അമലുകളും ഉണ്ടാകുന്നതല്ല. എന്തേ കാരണം? അമലുകളൊക്കെ മേൽപോട്ടുയർത്തുന്നത് മലക്കുകളാണല്ലോ നമ്മുടെ അമലുകൾ ഉയർത്തുന്നത്. എല്ലാവർക്കും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മുടെ കൂടെ ഒരുപാട് മലക്കുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, നമ്മൾ അനുഗമിക്കുന്ന ഒരുപാട് മലക്കുകളുണ്ട്. വഇന്നലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതും അത് ശ്രദ്ധിക്കുന്നതും പരിശോധിക്കുന്നതുമായ മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്.
ഈ മലക്കുകൾ എല്ലാ അമലുകളും മേൽപോട്ടുയർത്തുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര് സഹോദരിമാര്, നമ്മൾ നിസ്കരിച്ചു എന്ന് കരുതിയിട്ട്, നമ്മൾ നോമ്പനുഷ്ഠിച്ചു എന്ന് കരുതിയിട്ട് നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു തആല മേൽപോട്ടുയർത്തിയിട്ടുണ്ട്. മലക്കുകൾ അത് ഉയർത്തിയിട്ടുണ്ട്. നാളെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ടുകളിൽ ഇതെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ കരുതരുത്. അതേ സമയത്ത് നിങ്ങൾക്കറിയുമോ, ഈ ദുനിയാവിൽ വെച്ച് അണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ തുലാസിൽ കൃത്യമായിട്ടുണ്ടാകും. ഒന്നുപോലും ഒഴിഞ്ഞു പോവുകയില്ല. വലാ യുദ്ലമൂന ഫതീലാ وإن كنتم مثقال حبة من خردل أتينا بها. എല്ലാ തിന്മകളും ഈ തുലാസിൽ കൊണ്ടുവന്ന് തൂക്കുന്നതാണ്. മോനെ, എത്രയെത്ര ഹറാമുകൾ ഞാനും നീയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഔറത്ത് കാണുന്ന രൂപത്തിൽ എത്ര നമ്മൾ തുണി മാടിക്കെട്ടിയിട്ടുണ്ട്. നമ്മൾ എത്ര ഹറാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെയൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. എത്രയെത്ര ആളുകളെ പറ്റി തെറ്റായ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആരോടും പറയേണ്ടതില്ല. ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല. ആരെയും നമ്മൾ വേദനിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് മുസ്ലിമായ സഹോദരന്മാരെ പറ്റി, മുസ്ലിമായ സഹോദരിമാരെ പറ്റി നമ്മുടെ മനസ്സിൽ എത്രയെത്ര തെറ്റിദ്ധാരണകളുണ്ട്. ശരിയായ തന്നെയാണെങ്കിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരെ പറ്റി ചിന്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊക്കെ ക്ഷീണിച്ച് നീട്ടിപ്പറയുന്നില്ല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് നമ്മുടെ ലോകത്ത് നിലവിലുള്ള എല്ലാ ശരിയായ ത്വരീഖത്തുകളും ആ ത്വരീഖത്തുകൾ മുഴുവനും ചെന്നെത്തുന്ന സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി തങ്ങളരികിലേക്കാണ്. ജുനൈദുൽ ബഗ്ദാദിയിലേക്ക് എത്താത്ത ത്വരീഖത്ത് വ്യാജമാണെന്നാ പിൽക്കാലത്ത് പണ്ഡിതന്മാര് മൊത്തം വിലയിരുത്തുന്നത്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങള് സുബ്ഹാനല്ലാഹ് കാലച്ചെറുപ്പത്തിൽ തന്റെ അമ്മാവൻ സിർരിസ്ഖത്തി റളിയല്ലാഹു അൻഹു തങ്ങളെ മുരീദാണ്. ചെറുപ്പത്തിലെ അമ്മാവന്റെ കൂടെ ശിക്ഷണത്തിൽ ജീവിച്ച മഹാനാണ്. അമ്മാവനാ തന്നെ പരിചരിച്ച് വളർത്തിയിരുന്നത്. ചെറുപ്പത്തിലെ നല്ല ശിക്ഷണത്തിൽ ജീവിച്ച ജുനൈദുൽ ബഗ്ദാദി കാലച്ചെറുപ്പം മുതൽക്ക് പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് പതിവാക്കിയിട്ടുള്ള മഹാനാണ്. ഒരുപാട് കറാമത്തുകൾ പ്രകടമായിട്ടുള്ള മഹാനാണ് ഈ ജുനൈദുൽ ബഗ്ദാദി. ബഗ്ദാദ് പട്ടണത്തിലെ അതിഭയങ്കരമായൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനാ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഇരിക്കുന്നത്? അവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ട മനുഷ്യന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരാൻ പോകുന്നു. ആ മയ്യത്ത് കൊണ്ടുവരുമ്പോ ആ മയ്യത്ത് നിസ്കരിക്കണമെന്ന പ്രതീക്ഷയിലാണല്ലോ ഇരിക്കുന്നത്. ഒരു മുഅ്മിനായ സഹോദരനോ സഹോദരിയോ മരണപ്പെട്ടാൽ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളെ ബാധ്യതയാണ് മയ്യത്ത് നിസ്കരിക്കല്. ആ മരിച്ച മയ്യത്തിന്റെ അരികിൽ ചെല്ലല്, ആ മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തല്, ആ മയ്യത്തിന്റെ കൂടെ അനുഗമിക്കല്. സുബ്ഹാനല്ലാഹ്. അവസാനം ഞാൻ പറയാ ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ പുറത്തുണ്ട് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോ ഒരു മനുഷ്യൻ ആളുകളോട് ഇങ്ങനെ പിച്ച ചോദിക്കുകയാണ്, യാചന നടത്തുകയാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു, അല്ലാ, ഈ മനുഷ്യൻ എന്തൊരാരോഗ്യവാനാണ്, ഇവൻ എന്തിനാണ് ഇങ്ങനെ യാചന നടത്തുന്നത്? ഇവനെങ്കിൽ അധ്വാനിച്ച് ജീവിച്ചുകൂടെ? അധ്വാനിച്ചു കൊണ്ട് ജീവിച്ചുകൂടെ? യാചനയ്ക്ക് ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. പലരോടും അല്ലാഹുവിന്റെ റസൂൽ കൈവെള്ളയിൽ കൈവച്ചുകൊണ്ട് കരാറ് ചെയ്തത് നീ ആരോടും ഒന്നും ചോദിക്കരുത് എന്നാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടും, പരമാവധി യാചനയെ തൊട്ട് വിട്ടു നിൽക്കണം. ആരോടും ചോദിക്കാതിരിക്കലാ നല്ലത്, യാചിക്കാതിരിക്കലാ നല്ലത്. യാചിച്ച് ജീവിക്കുന്ന ആളുകൾ നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് അവരുടെ മുഖത്ത് മാംസം ഉണ്ടാവുകയില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യാചനയ്ക്ക് വളരെ നിരുത്സാഹപ്പെടുത്തിയ മതമാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങള്. ഇയാൾ ഇങ്ങനെ യാചിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ച പാട് തന്നെ ബഹുമാനപ്പെട്ടവർ തിരിച്ചും ചിന്തിച്ചു, ഞാൻ എന്തിനാണ്
അത് നോക്കുന്നത്. അയാൾ യാചിക്കുകയോ മറ്റോ ചെയ്തോട്ടെ, ഞാൻ എന്തിനത് ശ്രദ്ധിക്കണം? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ എന്തിന് ഇടപെടണം എന്ന് സ്വന്തത്തോട് കുറ്റപ്പെടുത്തിയിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ആ സമയത്ത് തന്നെ ആ ചിന്തയിൽ നിന്ന് പിന്തിരിഞ്ഞു. പതിവ് പോലെ ഒന്ന് രാത്രിയായി. രാത്രി സമയത്ത് ചെറുപ്പം മുതൽക്ക് ചിട്ടയുള്ള മഹാനായ ജുനൈദുൽ ബഗ്ദാദി രാത്രി ഒരു ഭാഗം മഹാനവർ കിടന്നുറങ്ങല, മറ്റേ ഭാഗം രാത്രി ഇബാദത്തിൽ മുഴുകല, മൂന്നാമത്തെ ഭാഗം വീണ്ടും ഉറങ്ങല. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി പാതിരാക്ക് പതിവ് പോലെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു. പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്ത് തുടങ്ങി. നിസ്കാരം തുടങ്ങിയപ്പോൾ ജുനൈദുൽ ബഗ്ദാദിന്റെ കണ്ണുകൾ ഇങ്ങനെ വീഴുകയാ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിച്ചിരിക്കുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്ക് വന്നാൽ നിങ്ങൾ ഉറങ്ങിക്കൊണ്ട് നിസ്കരിക്കരുത്. നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിൽ തൂങ്ങുകയാണെങ്കിൽ തൂങ്ങി ഉറങ്ങിക്കൊണ്ട് നിസ്കരിക്കരുത്. പോയിട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് പിന്നീട് ഉന്മേഷം കിട്ടിയിട്ട് നിസ്കരിച്ചാൽ മതി. മഹാനായ ജുനൈദുൽ ബഗ്ദാദി വല്ലാതെ വിഷമിച്ചു പോയി. അന്ന് ബഹുമാനപ്പെടുന്ന നിസ്കാരം നിർത്തിയിട്ട് കിടന്നുറങ്ങുകയാ. പതിവായ നിസ്കാരങ്ങളൊന്നും നിസ്കരിച്ചില്ല. നിസ്കാരം നിർത്തി കിടന്നുറങ്ങിയപ്പോ ജുനൈദുൽ ബഗ്ദാദി സ്വപ്നം കാണുന്നു. സുബ്ഹാനല്ലാഹ്, വലിയ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടിൽ വലിയ മഹാന്മാർ, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് ഔലിയാക്കൾ, മഹാന്മാർ തൻ്റെ അരികിലേക്ക് വരുന്നു. അവർ വരുന്നവരുടെ കയ്യിലതാ ഒരു പൊതിയുണ്ട്. ആ പൊതിച്ചീൽ ഒരു പച്ചപ്പട്ടിൽ പൊതിഞ്ഞിട്ടുണ്ട്. ആ പച്ചപ്പട്ടിൽ പൊതിഞ്ഞിരിക്കുന്ന പൊതി ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ സമീപത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറയുന്നു, കുൽഹു തിന്നോ ജുനൈദേ, ഇത് കഴിച്ചോ ജുനൈദേ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അത് തുറന്നു നോക്കുകയാണ്. അത് തുറന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, വളരെ മോശമായ ദുർഗന്ധം വമിക്കുന്ന പച്ചമാംസമാണ്. ചീഞ്ഞു നാറുന്ന പച്ചമാംസം തുറന്നു വെച്ചിട്ട് പറയുന്നു, ഇത് തിന്നോ ജുനൈദേ, ഹദാ മഗ്തബ്തഹു. ആ പച്ച മനുഷ്യനെ പറ്റി നിങ്ങൾ ഗീബത്ത് പറഞ്ഞതാണ്, ആക്ഷേപിച്ചതാണ്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, ഇല്ല, പൊട്ടിക്കരഞ്ഞു. ഞാൻ അയാളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല, ഒരാളോടും അദ്ദേഹത്തെ പറ്റി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അയാൾ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈ കാണിച്ചരക്കുന്ന സമയത്ത് എനിക്കൊന്ന് തോന്നിയതാണ്. ആ സമയത്ത് തന്നെ ഞാൻ ആ ചിന്തയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഒരാളോടും ഞാനത് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് പറയുന്നു, മോനെ ജുനൈദേ, തന്റെ മുസ്ലിമായ സഹോദരനെ പറ്റി നിസ്സാരമാക്കിയിട്ടു കാണൽ തന്നെ വലിയ ശർറാണ് ജുനൈദേ. നിന്റെ ഇബാദത്ത് വേണ്ട. പാവങ്ങളായ ആളുകളെ പറ്റി നീ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്തിന് നിസ്കരിക്കണം ജുനൈദേ? നിസ്കാരം വേണ്ട. ആ സമയത്ത് കിടന്നുറങ്ങിക്കൂടെ? ഓ സഹോദരാ, ഞാനും നിങ്ങളും ഈ നിലക്കൊന്ന് നിരൂപിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്കാരം നമ്മളെ ഉയർത്തപ്പെട്ടത് നമുക്ക് പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും ഒരു അമൽ ഉയർത്തപ്പെട്ടത് പ്രതീക്ഷയുണ്ടോ? ഏതെങ്കിലും ഒരു ഇബാദത്ത് റബ്ബിന്റെ അടുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി ഞെട്ടി ഉണർന്നു. പിറ്റേന്ന് യഥാകാലത്ത് എഴുന്നേറ്റ് അന്വേഷിക്കുകയാണ് ആ യാചകനെ പറ്റി. എവിടെ നോക്കിയിട്ടും കണ്ടെത്തിയില്ല. അന്വേഷിച്ച് തളർന്ന ജുനൈദുൽ ബഗ്ദാദി അതാ വളരെ അടുക്കൂട്ടുകൾ ഒഴിവാക്കപ്പെട്ട അതേ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോയി കൂട്ടിയ ഒരു സ്ഥലത്ത് ആ വത്തക്കയുടെ തോട് കടിച്ചു തിന്നുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. ഓടിച്ചെന്ന് മാപ്പ് ചോദിച്ചു. ജുനൈദുൽ ബഗ്ദാദി തൗബ ചെയ്തു.
ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ്, നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളാണ്. ഇതെല്ലാം പടച്ച റബ്ബ് നമ്മുടെ തിന്മയുടെ തട്ടിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അതേ സമയത്ത് നന്മയുടെ തട്ടിലോ ഒട്ടുമിക്ക അമലുകളുമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അമലുകൾ മേൽപോട്ട് ഉയർത്തണമെങ്കിൽ ഒരേ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവ്വലു മൻ ജഹറ ബിൽ ഖുർആനി, പരസ്യമായിട്ട് ഖുർആൻ ഓതിയ ആദ്യത്തെ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു പാവപ്പെട്ട സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് വെച്ച് അർ-റഹ്മാൻ സൂറത്ത് ഓതിയപ്പോൾ ശത്രുക്കൾ തലകിട്ടിയിട്ട് തലപൊട്ടിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പ് ചുമക്കുന്ന സ്വഹാബിയാണ്. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മദീനത്ത് പള്ളിയിൽ ഈ എഴുന്നേറ്റു നിന്നാൽ വളരെ ആകാംക്ഷയോടുകൂടി സ്വഹാബത്ത് കേട്ടിരിക്കും എന്താണ് പറയുന്നത്. കാരണം അതേ ശത്രുക്കൾ വരെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനം ശ്രദ്ധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഖുർആൻ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആദ്യം അത് ഓതി കേൾപ്പിച്ചിരുന്നത്, അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തിരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കാണ്. ഒരു സുബഹി നിസ്കാരാനന്തരം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഒന്നാം സഫിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ സർവ്വ സ്വഹാബികളും അവിടെ നിൽക്കുകയാണ്. എന്താണാവോ പറയാനുള്ളത്? എല്ലാവരും ആകാംക്ഷയോടെ കാതുകൂർപ്പിച്ച് കേൾക്കുമ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? കുടുംബം മുറിച്ചവരുണ്ടോ? ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബാക്കളൊക്കെ മുഖത്തോട് മുഖം നോക്കുകയാണ്. ആരും എഴുന്നേറ്റ് പോകുന്നില്ല. വീണ്ടും അതിനേക്കാൾ ഗൗരവത്തിൽ പറയുന്നു, എന്താ നിങ്ങൾ കേട്ടില്ലേ? ലജ്ജിച്ചു നിൽക്കേണ്ടതില്ല, നാണം കുണുങ്ങേണ്ടതില്ല. നിങ്ങളിൽ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആരുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? മാതാപിതാക്കളുമായിട്ടോ മക്കളുമായിട്ടോ ജേഷ്ഠാനുജന്മാരുമായിട്ടോ അങ്ങനെ ആരെങ്കിലും കുടുംബത്തിൽപ്പെട്ട മാതൃ സഹോദരിമാരോ പിതൃ സഹോദരിമാരോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോവുക. രണ്ടാമതും ആരും എഴുന്നേറ്റില്ല. മൂന്നാമത് സഗൗരവത്തോടുകൂടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ, ഒരു കുടുംബം മുറിച്ചവൻ ഒരു കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ പ്രാർത്ഥന മേൽപോട്ട് ഉയർത്തപ്പെടൂല. മാത്രമല്ല, കുടുംബം മുറിച്ചവന്റെ അമലുകൾ ഉയർത്തപ്പെടൂല. കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ബന്ധം ചേർത്താത്തവരുണ്ടെങ്കിൽ, അകന്നു കഴിയുന്നവരുണ്ടെങ്കിൽ, പൊരുത്തമില്ലാത്തവരുണ്ടെങ്കിൽ അവരെ ഒരു അമലും മേൽപോട്ട് ഉയർത്തുന്നതല്ല. അള്ളാഹുവിൻ്റെ നാളെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് അവൻ്റെ ഹസനത്ത് കാണുന്നതല്ല. ഓ പെങ്ങളെ, നിസ്കരിച്ചിട്ട് എന്താ? ഞാൻ ഓർത്തു നോക്കുകയാണ്. ഓരോ വീടുകളെടുത്ത് പരിശോധിച്ചാൽ ചില ഉമ്മമാര് പാതിരാക്ക് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാര്, എഴുന്നേറ്റിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാര്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ മണിക്കൂർ കണക്കിന് എഴുന്നേറ്റ് നിസ്കരിച്ച് പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്. അതേ സമയത്ത് ആ ഉമ്മ തൊട്ടടുത്ത റൂമിൽ തന്നെയുള്ള തൻ്റെ മരുമകളുമായിട്ട് പൊരുത്തത്തിലല്ല, തൻ്റെ മകനുമായിട്ട് പൊരുത്തത്തിലല്ല, തൻ്റെ മകനുമായിട്ട് സംതൃപ്തിയിലല്ല, തൻ്റെ മരുമകളുമായിട്ട് സംതൃപ്തിയിലല്ല. ഒരുപക്ഷെ തൊട്ടപ്പുറത്ത് റൂമിലുണ്ട് തൻ്റെ മരുമകളും നിസ്കരിക്കുന്നു, മരുമകളുമുണ്ട് ഖുർആൻ ഓതുന്നു, മരുമകളുമുണ്ട് പ്രാർത്ഥന നടത്തുന്നു.
നടത്തുന്നു. പക്ഷേ തന്ന അമ്മായിമ്മയെ പറ്റിയിട്ട് സംതൃപ്തതയല്ല, അമ്മായിമ്മയോട് നല്ല പൊരുത്തത്തിലല്ല, തന്റെ നാത്തൂന്മായിട്ട് പൊരുത്തത്തിലല്ല. ഞാൻ ചോദിക്കുന്നു മക്കളെ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ഇസ്ലാം ദീൻ അനുസരിച്ചിട്ട് കുടുംബം മുറിച്ചവന്റെ അമലുകൾ മേൽപോട്ട് ഉയർത്തപ്പെടൂല. അവൻ ആരാണെങ്കിലും ശരി, തൻ്റെ പ്രിയപ്പെട്ട മാതൃ സഹോദരിയാണെങ്കിലും, തൻ്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരിയാണെങ്കിലും, കുടുംബത്തിൽപ്പെട്ട ആരുമായി പിണങ്ങി നിൽക്കുന്നവരുടെ അമലും ഉയർത്തപ്പെടൂല. നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം തൻ്റെ കിതാബുർ റൂഹിലെ രേഖപ്പെടുത്തിയത് കാണാ. അതിന് ആധികാരികമായിട്ട് ഞാൻ പറയാ, ബഹുമാനപ്പെട്ട ഇമാം ദഹബി ദഹബി എങ്ങാനും ഒരാളെ പറ്റി അനുകൂലം പറഞ്ഞാൽ പിന്നീട് ലോകത്തിലാക്ക് അഭിപ്രായം ഉണ്ടാവില്ല, അയാളെ പറ്റി ഒരാൾക്കും എതിർ അഭിപ്രായം ഉണ്ടാവില്ല. മുഹദ്ദിസീങ്ങളെ നിരൂപണ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ അത്രയും സ്റ്റേണായിട്ട് പറയുന്ന ആളാണ് ഇമാം ദഹബി. ആ ഇമാം ദഹബി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള, അവിടെ അംഗീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽ അവർപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു. തങ്ങളൊരു ചരിത്രം പറയുന്നത് കാണാ. ആ ചരിത്രം ഞാൻ നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ്? കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കുടുംബവുമായിട്ട് അകന്ന് കഴിയുന്നുണ്ടെങ്കിൽ, പെങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ആങ്ങളയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, മാതൃ സഹോദരിയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, പിതൃ സഹോദരിയുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാ, ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങള് അതേ ഹജ്ജിന് വന്നതാണ്. ഹജ്ജിന് വന്നപ്പോ മാലിക് ദീനാർ തങ്ങളെ കൂടെ കുറെ ആളുകളുണ്ട്, മുരീദന്മാരുണ്ട്. അന്നാ തൻ്റെ മുരീദന്മാരോടൊന്നിച്ച് ഹജ്ജിന് വന്നതാണ്. ഹജ്ജിന് വന്ന് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങളെ നേതൃത്വത്തിലാണ്. അതേ ഹജ്ജിന് വന്നാൽ മക്കയിൽ ചെന്നിട്ട് പിന്നീട് മിനയിലേക്ക് പോകണം, അറഫയിലേക്ക് പോകണം, മുസ്ദലിഫയിലേക്ക് പോകണം, എത്രയോ ദിവസങ്ങൾ ദൂരേക്ക് പോകണം. അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഹജ്ജിന് വന്ന ആളുകളുടെ ലഗേജുകളും സാധനങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ തങ്ങളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണല്ലോ കൂട്ടത്തിൽ അമീറായിട്ട് ഉള്ളത്. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ ഈ സാധനങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചു പോകുമെന്ന് അന്വേഷിച്ചപ്പോൾ അതാ മക്കത്ത് പരിശുദ്ധ ഹറം ഷരീഫിലെ ഒരാളെ കാണാനിടയായി. 10-40ഓളം കൊല്ലമായി ആ ഹറമിൽ തന്നെ കഴിഞ്ഞുകൂടുന്നൊരു വ്യക്തിത്വമാ. വെറും ഇബാദത്തുകളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന, മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കാതെ ഇവരും ഇബാദത്തുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരാളുണ്ട്. ആ ആളുടെ അരികിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ദീനാറിന് വിശ്വസ്തനായിട്ട് തോന്നിയതാണ്. ഇത്രയും നല്ല മനുഷ്യനാണെന്ന് കരുതി മുഴുവനും ഏൽപ്പിച്ചിട്ട് മാലിക് ദീനാർ തങ്ങളും തൻ്റെ മുരീദന്മാരും ഹജ്ജിന് വേണ്ടി പോയി. അഥവാ ഏറാമിൻ്റെ ദിവസം വന്ന പെഹ്റാം ചെയ്തിട്ട് മിനായിലേക്കും അതുപോലെ തന്നെ അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും ഒക്കെ പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ മക്കയിൽ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് അവർ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം വന്നപ്പോൾ ഈ തൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്തി ഏൽപ്പിക്കപ്പെട്ട ആ മഹാനുഭാവൻ അന്വേഷിക്കുന്ന സമയത്ത് കാണാനില്ല. എവിടെ പോയി എന്നറിയില്ല. ഈ സാധനങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചു എന്നറിയില്ല. ദീർഘമായ അന്വേഷണത്തിൽ കിട്ടിയയാൾ മരണപ്പെട്ടു പോയി. ആ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരില്ല, ബന്ധപ്പെട്ടവരില്ല, ഉറ്റവരും ഉടയവരുമൊന്നുമില്ല. മാലിക് ദീനാർ തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. ഈ സാധനങ്ങളൊക്കെ എവിടെയായിരിക്കും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക? ആരോട് ചോദിച്ചാലാണെന്നറിയുക? മഹാനായ മാലിക് ദീനാർ വല്ലാതെ പ്രയാസപ്പെട്ടു. തൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ തന്നോടല്ലേ ചോദിക്കുന്നത്? അതേ ഹജ്ജിന് ഉംറക്കൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ള ആളുകളുടെ ലഗേജുകളും സാധനങ്ങളുമൊക്കെ അമീറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമീറാണല്ലോ തിരിച്ചു നൽകേണ്ടത്. അമീറെങ്ങാനും വെട്ടിയെടുത്തോ എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങളും സംശയങ്ങളും വരും. ഇരിക്കട്ടെ, മാലിക് ദീനാർ എങ്ങനെ കൊടുക്കും, തിരിച്ചു കൊടുക്കും? അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ
അന്ന് വിശുദ്ധ മക്കയിലുള്ള കഅബാലയത്ത് സമീപത്തുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും ഒരു പണ്ഡിതനെ സമീപിക്കുന്നു എവിടെയാണ് തൻ്റെ സാധനമെന്ന് തിരിച്ചറിയുക. പറഞ്ഞുകൊടുത്ത് മറ്റൊന്നുമല്ല, നിങ്ങൾ പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഈ സംസം കിണറിന്റെ സമീപത്ത് വന്നാൽ, സംസം കിണറിന്റെ സമീപത്ത് വന്നിട്ട് നിങ്ങൾ കൊടുത്തേൽപ്പിച്ച മനുഷ്യന്റെ പേര് വിളിക്കുക. സ്വാലിഹീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ അർവാഹുകൾ അവിടെ സംഗമിക്കലുണ്ട്, പാതിരാക്ക് വരാറുണ്ട്. സൽജനങ്ങളിൽപ്പെട്ട ആളാണോ അവർ, അർവാഹുകൾ അവിടെ വരുന്നതാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇരിക്കട്ടെ, മഹാനായ മാലിക് ദീനാർ ഈ പണ്ഡിതന്റെ നിർദ്ദേശമനുസരിച്ച് പാതിരാക്ക് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ കഅബാലയത്തിന്റെ തൊട്ടടുത്തുള്ള സംസം കിണറിന്റെ അരികിൽ ചെന്ന് അങ്ങ് വിളിക്കുകയാ. 1, 2, 3 തവണ വിളിച്ചിട്ട് ഒരു മറുപടിയുമില്ല, ജവാബുമില്ല. നിരാശയോടെ തിരിച്ചു പോന്നു. വീണ്ടും ഈ പണ്ഡിതനോട് ചെന്നുകൊണ്ട് പറയുന്നു, ഇല്ല, മറുപടി കിട്ടിയില്ല. ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ എവിടെയാണ് അയാൾ ഉപേക്ഷിച്ച് വെച്ചത്, എവിടെയാണ് അയാൾ കരുതി വെച്ചത്? ഒരു മറുപടിയും കിട്ടിയില്ല. ഈ പണ്ഡിതൻ പറഞ്ഞു, എന്നാൽ വലിയൊരു പരിഹാരമുണ്ട്. ഇന്നാലിന്ന സ്ഥിതി കിലോമീറ്ററുകൾക്കപ്പുറം റാബകിനോടടുത്തുള്ളൊരു ഏരിയയിൽ അവിടെ ഒരു ചെറിയ പൊട്ടൻ കിണറുണ്ട്. ദുർമാർഗികളുടെ ആത്മാവുകൾ അവിടെ എത്താറുണ്ട്. തമ്മാടികളുടെ ഫാസിഖീങ്ങളുടെ ദുർമാർഗികളായ ആളുകൾ, അർവാഹികള് പാതിരാക്ക് അവിടെ എത്താറുണ്ട്. അവിടെ നിങ്ങൾ ചെന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും, നിങ്ങളെ പ്രശ്നം പരിഹരിക്കുമെന്ന്. കിലോമീറ്ററുകളോളം മാലിക് ദീനാർ തങ്ങൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്തിട്ട് പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ പറയപ്പെട്ട പൊട്ടൻ കിണറ്റിന്റെ സമീപത്ത് ചെന്നിട്ട് താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേര് വിളിച്ചപ്പോൾ കൃത്യമായി മറുപടി കിട്ടിപ്പോയി, ജവാബ് കിട്ടിപ്പോയി. മഹാനായ മാലിക് ദീനാർ തങ്ങൾ ചോദിച്ചു, അല്ല, ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സ്വർണങ്ങളും വെള്ളി നാണയങ്ങളും ഇതൊക്കെ എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? മാലിക് ദീനാർ തങ്ങൾക്ക് പാതിരാത്രിയിൽ ആ കിണറിൽ നിന്ന് മറുപടി കിട്ടി. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളിതാ പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്ത് ഇന്നാലിന്ന മലക്ക് മുകളില് ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹക്കകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് എടുത്തുകൊള്ളുക. മഹാനായ മാലിക് ദീനാർ തങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുന്നു. നിർദ്ദേശം നൽകി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട സമയത്ത് മാലിക് ദീനാർ തങ്ങൾ ചോദിച്ചു, അല്ല, ഇതെന്തൊരത്ഭുതമാണ്! സ്വാലിഹീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ, ഔലിയാക്കളുടെ അർവാഹികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തല്ലേ നിങ്ങൾ ഉണ്ടാവേണ്ടിയിരുന്നത്? അതൊരുമിച്ച് കൂടുന്ന വിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തുള്ള സംസം കിണറിലാണ്. ഞാൻ നിങ്ങൾ അവിടെ പോയി വിളിച്ചുവല്ലോ, നിങ്ങൾ അവിടെ ഉണ്ടായില്ലല്ലോ. ഏറ്റവും ദുർമാർഗികളും തമ്മാടികളുമായിരിക്കുന്ന ആളുകൾ, അർവാഹികൾ സമ്മേളിക്കുന്ന സ്ഥലത്താണല്ലോ നിങ്ങൾ എത്തിയത്. എന്താ ഇതിന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോ ഉമ്മമാരറിയണം, ഉപ്പമാരറിയണം. ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നു, മാലിക് ദീനാർ, 40 കൊല്ലമായി ഞാൻ കഅബാലയത്തിന്റെ സമീപത്ത് വരുന്നു. ഞാൻ കൃത്യമായിട്ട് ഇബാദത്തുകൾ ചെയ്യുന്നു. ഞാൻ നിസ്കാരങ്ങളും അതുപോലെ ഖുർആനും ഞാൻ പാരായണം ചെയ്യുന്നു. എല്ലാ ഹസനാത്തുകളും പരമാവധി ചെയ്യുന്നു. 40 കൊല്ലമായി ഞാൻ കഅബാലയത്തിന്റെ അരികിൽ വന്നിട്ട് ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഒരു ഇബാദത്തും പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടില്ല.
പടച്ചറബ് മേൽപോട്ടുയർത്തിയിട്ടില്ല. എന്തേന്നറിയോ? ഞാൻ എൻ്റെ നാട് വിട്ടപ്പോ, എൻ്റെ നാട്ടിൽ നിന്ന് വിശുദ്ധ കഅബാലയത്തിലേക്ക് വന്നപ്പോ, ഇബാദത്തിന് വേണ്ടി വന്നപ്പോ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അനുജത്തിയായ ഒരു സഹോദരിയുണ്ട്, മാതൃ സഹോദരിയുണ്ട്. ആ മാതൃ സഹോദരിയും ഞാനും പരസ്പരം പിണക്കത്തിലായിരുന്നു. ആ പിണക്കത്തിലായിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിണക്കത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ എന്റെ മാതൃ സഹോദരിയുമായിട്ട് നന്നാവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ഞാൻ പരിശുദ്ധ മക്കയിൽ വന്നപ്പോൾ ഓരോ ദിവസവും ഞാൻ ചിന്തിക്കും, എൻ്റെ പ്രിയപ്പെട്ട മാതൃ സഹോദരി എൻ്റെ എളിമയോട് പൊരുത്തപ്പെടിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ എനിക്ക് അവസരം കിട്ടിയില്ല. എൻ്റെ മാതൃ സഹോദരിയുമായി പിണങ്ങി വന്നത് കാരണമായി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തൊരു അമലും ഉയർത്തപ്പെട്ടിട്ടില്ല, റബ്ബ് സ്വീകരിച്ചിട്ടില്ല, റബ്ബിന്റെ അരികിലില്ല, മലക്കുകൾ അത് പരിഗണിക്കൂല. അമലുകൾ ഉയർത്തുന്നത് ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളാണ് അമലുകൾ ഉയർത്തുന്നത്. കുടുംബം മുറിച്ചവന്റെ, രക്തബന്ധത്തിൽപ്പെട്ട ആരുമായി പിണങ്ങി നിൽക്കുന്നവന്റെ, ഒരു മുസ്ലിം സഹോദരനോട് വൈരാഗ്യം വെച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ അമല് ഉയർത്തൂല. നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമോ? നിങ്ങൾ എന്നെ സഹായിക്കുമോ? എൻ്റെ എളിമയുടെ അരികിൽ ചെന്നിട്ട് എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് മാപ്പ് ചോദിക്കുമോ? ഒന്ന് പൊരുത്തപ്പെടിക്കുമോ? മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തുകയാണ്, മാലിക് ദീനാർ തങ്ങളാ കൃത്യമായ അടയാളം വാങ്ങിയിട്ട്, അഡ്രസ് വാങ്ങിയിട്ട് തിരിച്ചു പോയി. അതാ തന്റെ മാതൃ സഹോദരിയോട് പൊരുത്തപ്പെടിക്കുകയാ. ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. പൊരുത്തപ്പെട്ടു, ആത്മാർത്ഥമായി പൊരുത്തപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ ഈ സംസം കിണറ്റിന്റെ സമീപത്ത് ചെന്നിട്ട് പാതിരാക്കി വിളിച്ചപ്പോ കറക്റ്റ് ഇജാബത്ത് കിട്ടിപ്പോയി, അത് സ്വീകരിച്ചു പോയി. ഓ മുസ്ലിമീങ്ങളെ, മാതാപിതാക്കളുമായി, അതേ പെങ്ങന്മാരുമായി, നാത്തൂന്മാരുമായി, കുടുംബത്തിൽപ്പെട്ടവരുമായി, ജേഷ്ഠാനുജന്മാരുമായി പൊരുത്തപ്പെട്ട് കഴിയാത്ത കാലത്ത് ഇബാദത്ത് ഉയർത്തപ്പെടൂല, പടച്ചറബ് സ്വീകരിക്കൂല. ഒരു ഹദീസ് കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതേ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന റജുലൻ ജാഅ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. ഫഖഅദ ബൈന യദൈഹി, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലീ മംലൂകീന, എനിക്ക് എത്രയോ അടിമകളുണ്ട്. അടിമ കച്ചവടം നടക്കുന്ന കാലമാണ്. അടിമകൾ ജീവിതത്തിന്റെ എല്ലാം ഹിദ്മയും തന്റെ യജമാനന്മാർക്ക് ചെയ്യേണ്ടതാണ്. തന്റെ ജീവിതത്തിൽ ചുത്തടക്കാനുള്ള ഭക്ഷണവും നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രവുമല്ലാത്ത തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും യജമാനന്മാർക്ക് ഉള്ളതാണ്. യജമാനൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കേണ്ടതാണ്. യജമാനന്റെ ഹിദ്മ ചെയ്യേണ്ടതാണ്. യജമാനൻ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കരുത്. യജമാനൻ നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കരുത്. യജമാനന്റെ സമ്മതമില്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. അങ്ങനെയാണല്ലോ അടിമയുടെ നിയമമുള്ളത്. ഇങ്ങനെ ഒരുപാട് അടിമകൾ എനിക്കുണ്ട്. യുകദ്ദിബൂനനി, എന്റെ അടിമകൾ പലപ്പോഴും എന്നോട് കളവ് പറയാറുണ്ട്. വയഅ്സൂനനി, എനിക്ക് അനുസരണക്കേട് കാണിക്കാറുണ്ട്. വയഖൂനൂനനി, അവര് പരസ്പരം പറഞ്ഞ് പറ്റിക്കാറുണ്ട്, വഞ്ചിക്കാറുണ്ട്. ഓ മുസ്ലിമീങ്ങൾ, ഉമ്മമാര്, ഉപ്പമാരെ അറിയണ്ടേ, നമ്മുടെ മക്കൾ ചിലപ്പോ നമ്മോട് കളവ് പറയാറുണ്ട്, മക്കൾ നമ്മെ പറ്റിക്കാറുണ്ട്, മക്കൾ അനുസരണക്കേട് കാണിക്കാറുണ്ട്. ഇതുപോലെ
അതുപോലെ എൻ്റെ അടിമകള് എന്നെ അനുസരണക്കേട് കാണിക്കുകയും ഞാൻ പറഞ്ഞതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും എന്നെ അവര് വഞ്ചിക്കുകയും എന്നോട് കളവ് പറയുകയും ചെയ്യുമ്പോ വാനിഷ്ടിവും ഞാൻ അവരെ ചീത്ത പറയാറുണ്ട്, അവരെ ഞാൻ ശിക്ഷിക്കാറുണ്ട്. ഫകൈഫാനമിന്നും യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളാകുമ്പോ എൻ്റെ അടിമകളെ ഞാൻ അടിച്ചതിനും ശിക്ഷിച്ചതിനും വഴക്കു പറഞ്ഞതിനും അവരുമായിട്ട് എൻ്റെ ബന്ധം എങ്ങനെയാണ്, എൻ്റെ നിലപാടെങ്ങനെയാ? ഉമ്മമാരും ഉപ്പമാരും അറിയുക, അവനവന്റെ മക്കളെ ചീത്ത പറയുമ്പോ, അവനവന്റെ മക്കളെ വേദനിപ്പിക്കുമ്പോ, അവനവന്റെ മക്കളെ ആക്ഷേപിക്കുമ്പോ, അതാ സ്വന്തം ഉസ്താദുമാര് ശിഷ്യന്മാരെ ചീത്ത പറയുമ്പോ, ഉസ്താദുമാര് ശിഷ്യന്മാരെ ശിക്ഷിക്കുമ്പോ, അതേ ആരും തന്റെ കീഴിലുള്ളവരെ, തനിക്കനുസരിക്കേണ്ടവരെ, തനിക്ക് വഴിപ്പെടേണ്ടവരെ, താൻ ശിക്ഷണം കൊടുക്കേണ്ടവരെ ശിക്ഷിക്കുമ്പോ, വഴക്ക് പറയുമ്പോ, ചീത്ത പറയുമ്പോ, അങ്ങനെ ചെയ്താൽ അത് അവരുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഇതാണ് മുത്തുനബിയോട് ചോദിച്ചത്. അള്ളാഹുവിന്റെ അടുത്ത് ഞാൻ കുറ്റക്കാരനാകുമോ? അള്ളാഹിന്റെ അടുത്ത് അതിന് ശിക്ഷയുണ്ടാകുമോ? ഹബീബായ റസൂലുള്ളാഹ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, യുഹ്സബു മാ ഖാനൂക വകദബൂക വഅസൗക, നിന്നോട് അവര് കളവ് പറഞ്ഞതും നിന്നെ അവര് വഞ്ചിച്ചതും നിന്നെ അവര് വേദനിപ്പിച്ചതുമെല്ലാം കൃത്യമായിട്ട് കണക്കാക്കി തൂക്കപ്പെടുന്നതാണ്. മാത്രമല്ല, നീ അവരെ ചീത്ത പറഞ്ഞതും നീ അവരെ ശിക്ഷിച്ചതും രണ്ടും പടച്ച റബ്ബ് തൂക്കുന്നതാണ്, രണ്ടും പടച്ച റബ്ബ് കണക്കാക്കുന്നതാണ്. എന്നിട്ട് മോനെ, ഇതാക്കാന ഇഖാബുകയ്യാഹും, നീ അവരെ ശിക്ഷിച്ചതും വഴക്കു പറഞ്ഞതും അതെ അവര് ചെയ്തിരിക്കുന്ന അനുസരണക്കേടിനോടും തിന്മകളോടും തുല്യമാണോ? ഫലാലക വലാലൈക, അതുകൊണ്ട് നിനക്ക് പ്രത്യേകം കുറ്റമോ പ്രത്യേകം ശിക്ഷയോ ഉണ്ടാവുകയില്ല, പ്രത്യേകം ഗുണമോ ശിക്ഷയോ നിനക്ക് ലഭിക്കുകയില്ല. അത് ഈക്വലായിട്ടങ്ങ് കഴിഞ്ഞു പോകുന്നതാണ്. അതേ സമയത്ത് വൈദാക്കാന ഇഖാബുകയ്യാഹും, നീ അവരെ ശിക്ഷിച്ചതും ആക്ഷേപിച്ചതും വേദനിപ്പിച്ചതും അവര് നിന്നോട് ചെയ്തതിനേക്കാൾ കുറവാണെങ്കിൽ, ദൂനദുനൂബിഹിം, അവര് ചെയ്തതിനേക്കാൾ കുറവാണ്. അവര് ചെയ്ത തെറ്റിനനുസരിച്ച് നീ ശിക്ഷ കൊടുത്തിട്ടില്ല, അവര് ചെയ്ത തെറ്റിനനുസരിച്ച് നീ ചീത്ത പറഞ്ഞിട്ടില്ല, അവര് ചെയ്ത തെറ്റിനനുസരിച്ച് അവരെ നീ ആക്ഷേപിച്ചിട്ടില്ല. എന്നാൽ കാന ഫദ്ലൻ ലക, നിനക്കത് വലിയ പോരിശയാകുന്നതാണ്, അതിന്റെ ഗുണം നിനക്ക് കിട്ടുന്നതാണ്, അതിന്റെ ബാക്കി റബ്ബ് നിനക്ക് നൽകുന്നതാണ്. ആഖിർ സമാനിലെ മക്കളെ, വഇദാ കാന ഇഖാബുകയ്യാഹും, നീ നിന്റെ സ്വന്തം മക്കളെയാണെങ്കിലും, നിന്റെ സ്വന്തം അടിമകളെയാണെങ്കിലും, നിന്റെ സ്വന്തം ശിഷ്യന്മാരെയാണെങ്കിലും, നിന്റെ സ്വന്തം അനുജന്മാരെയാണെങ്കിലും, നിനക്ക് അനുസരിക്കേണ്ടവർ തന്നെയാണെങ്കിലും, അവരെ നീ ശിക്ഷിച്ചതും ചീത്ത പറഞ്ഞതും അവരെ നീ പ്രയാസപ്പെടുത്തിയതും അവര് ചെയ്ത തെറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, അവർ നിന്നോട് ചെയ്തതിനേക്കാൾ, നിന്നെ അവര് വേദനിപ്പിച്ചതിനേക്കാൾ, നിന്നോട് അവര് കളവ് പറഞ്ഞതിനേക്കാൾ, നിന്നെ അവര് വഞ്ചിച്ചതിനേക്കാൾ അതിലും കൂടുതലാണ് നീ തിരിച്ചു ചെയ്തതെങ്കിൽ, നിന്നോട് കൃത്യമായിട്ട് പ്രതികാരം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, പ്രതികാരം തേടുന്നതാണ്, പകരം ചോദിക്കുന്നതാണ്. ഉമ്മയാണെന്ന് കരുതിയിട്ട് അതേ ശിക്ഷിക്കാതിരിക്കൂല. ഉമ്മയാണ് മകനെ കൂടുതൽ വിഷമിപ്പിച്ചത്, ഉപ്പയാണ് മകനെ കൂടുതൽ ചീത്ത പറഞ്ഞത്, ഉപ്പയാണ് ശിഷ്യനാണ് ഉസ്താദാണ് ശിഷ്യന്മാരെ കൂടുതൽ ശിക്ഷിച്ചത്, കൂടുതൽ ചീത്ത പറഞ്ഞത്, കൂടുതൽ പ്രയാസപ്പെടുത്തിയത്, പടച്ച റബ്ബിന്റെ മുൻപിൽ അതിന് ഖിസാസ് എടുക്കുന്നതാ, നിന്റെ ഹസനാത്ത് കൊടുക്കേണ്ടി വരുന്നതാ, നിന്നോട് കൃത്യമായിട്ട് പ്രതികാരം ചോദ്യം ചെയ്യുന്നതാ, റബ്ബ് കൃത്യമായിട്ടത് വാങ്ങിക്കൊടുക്കുന്നതാ എന്നീ മനുഷ്യനോട് സ്വഹാബിയോട് പറഞ്ഞപ്പോ ഈ സഹാബി അല്പം മാറി നിന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു.
അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലം തസ്മഉ ഖൗലല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? നീ ഖുർആൻ ഓതിയിട്ടില്ലേ? ഖുർആനിലില്ലേ പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ലേ? സുബ്ഹാന ഇൻദകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അണുമണി തൂക്കം നന്മ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അത് കൊണ്ടുവരുന്നതാണ്, നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അണുമണി തൂക്കം നിന്റെ തിന്മ കൂടുതലാണെങ്കിൽ അതും നാം കൊണ്ടുവരുന്നതാണ്, നഷ്ടപ്പെടുന്നതല്ല. വകഫാ ബിനാ ഹാസിബീൻ. കൃത്യമായ കണക്കാ. നമ്മുടെ കണക്ക് പിഴക്കൂല, നമ്മുടെ തൂക്കൽ പിഴക്കൂല, നമ്മുടെ നീതി ഒരിക്കലും പിഴക്കൂല. വലാ യുദ്ലമൂന ശൈആ. അണുമണി തൂക്കം അവിടെ ദുൽമ ഉണ്ടാവില്ല. മാതാപിതാക്കൾ കാരണം മക്കൾക്ക് നഷ്ടം വരാനില്ല. മക്കൾ കാരണമായി മാതാപിതാക്കൾക്ക് നീതി കിട്ടാതിരിക്കൂല. മാതാപിതാക്കൾ കാരണമായി മക്കൾക്ക് നീതി കിട്ടാതിരിക്കൂല. അവനവന്റെ മക്കളാണെന്ന് കരുതി, അവനവന്റെ ശിഷ്യന്മാരാണെന്ന് കരുതി, അവനവന്റെ അനുജന്മാരാണെന്ന് കരുതി, തന്റെ നേതൃത്വം തന്റെ കീഴിലുള്ളവരാണെന്ന് കരുതി പീഡിപ്പിച്ചൂടാ, വിഷമിപ്പിച്ചൂടാ, ദുൽമ ചെയ്തുകൂടാ. മകനും ഭാര്യയും കൂടി ഒന്ന് സുഖിച്ച് ജീവിക്കുന്നത്, അവരൊന്ന് യാത്ര പോകുന്നത്, അവരൊന്ന് കിടന്നുറങ്ങുന്നത്, അവരെങ്ങനെങ്കിലും ഒന്ന് സുഖിക്കുന്നത് കാണാൻ കഴിയാത്ത ഉപ്പമാരില്ലേ, കാണാൻ കഴിയാത്ത ഉമ്മമാരില്ലേ, പാര വെക്കുന്നവരില്ലേ, ശല്യം ചെയ്യുന്നവരില്ലേ, ബുദ്ധിമുട്ടിക്കുന്നവരില്ലേ? മറന്നു പോകണ്ട. വകഫാ ബിനാ ഹാസിബീൻ. കൃത്യമായി കണക്ക് റബ്ബ് ചോദിക്കുന്നതാണ്. റബ്ബാണ് കണക്ക് നോക്കുന്നത്, റബ്ബാണത് പരിശോധിക്കുന്നത്. മറന്നു പോകണ്ട. ഇതങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഈ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനും എന്റെ അടിമകളും കൂടി ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, നന്മയിലാകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് മുതൽ എന്റെ അടിമകൾ സ്വതന്ത്രരാ, എനിക്ക് അടിമകൾ വേണ്ട, രക്ഷപ്പെടാൻ പഴുതുകളില്ല. ആഖിർ സമാനിലെ മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, തിരുത്തുന്നവർക്ക് തിരുത്താൻ, നന്നാകുന്നവർക്ക് നന്നാവാൻ ഓർമ്മപ്പെടുത്തിയതാ. അണുമണി തൂക്കം നന്മ ചെയ്യുമ്പോ ബോധമുണ്ടാവണേ, തിന്മ ചെയ്യുമ്പോ ബോധമുണ്ടാവണേ, വിഷമിപ്പിക്കുമ്പോ ബോധമുണ്ടാവണേ, ചത്യം ചെയ്യുമ്പോ ബോധമുണ്ടാവണേ, വേദനിപ്പിക്കുമ്പോ ബോധമുണ്ടാവണേ. ഒരാള് കള്ളനാണെന്ന് കരുതി, ഒരാള് തമ്മാടിയാണെന്ന് കരുതി അവൻ എഴുതിയ കളവിനേക്കാൾ കൂടുതൽ അവനെ ശിക്ഷിച്ചുകൂടാ. പരസ്യമായിട്ട് അവനെ നിസാരപ്പെടുത്തിക്കൂടാ. ഒരു പെണ്ണുപിടിയനാണെന്ന് കരുതി, വ്യഭിചാരിയാണെന്ന് കരുതി കണ്ടവർ അവനെ പഴിച്ചുകൂടാ, ദുൽമ ചെയ്തുകൂടാ, ആക്ഷേപിച്ചുകൂടാ. ഒരു മനുഷ്യനെയും അങ്ങനെ നിസാരപ്പെടുത്തിയിട്ട് നടുറോട്ടിലിട്ട് ചോദ്യം ചെയ്തുകൂടാ. ജനകീയ കോടതിയിൽ അവനെ വിചാരണ ചെയ്തുകൂടാ. ഈ മതം അനുവദിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. പാടില്ല. സ്വന്തം മക്കളാണെന്ന് കരുതി, ഭാര്യയാണെന്ന് കരുതി, എൻ്റെ ഭാര്യ ഒരു പാവാ, അതുകൊണ്ട് ഭാര്യ ഇഷ്ടം പോലെ ചീത്ത പറയാ, ഭാര്യയെ ആക്രമിക്കും. പാടില്ല. കൃത്യമായി റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. മക്കളാണെന്ന് കരുതി മക്കളോട് നിർദ്ദേശമുണ്ട്, തിരിച്ചൊന്നും പറയരുത്. അതിന് മേലെ അള്ളാഹു തആല കണക്ക് ചോദിക്കും. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ. അതുകൊണ്ട് കുടുംബത്തിലും ബന്ധത്തിലുംപ്പെട്ട ആളുകളുമായി സ്നേഹത്തിലും റഹ്മത്തിലും കഴിയണം. അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞ, സമയം വൈകിപ്പോയി. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അള്ളാഹു ചെയ്തൊരു കരാറുണ്ട്. നിങ്ങൾ ആരാണെങ്കിലും വിരോധമില്ല. പണക്കാരനാണോ വിരോധമില്ല, അറിയപ്പെട്ട പണ്ഡിതനാണോ വിരോധമില്ല, ആരും നിനക്കാവാം. അറിയപ്പെട്ട ബിസിനസ്സുകാരനാവാം, അറിയപ്പെട്ട താരമാവാം, ആരുമാവാം. പക്ഷെ നീ ആരായിട്ടുയർന്നാലും അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവോടുള്ള കരാറ് നീ പൊളിക്കരുത്.
അടിമയാണെന്ന ബോധം നീ മറക്കരുത്. നിനക്ക് മേലൊരു യജമാനനുണ്ട്. ഈ യജമാനൻ നിന്നോട് ചോദ്യം ചെയ്യും. ഈ ബോധം നിനക്കെപ്പോഴും വേണം. അടിമയാണെന്ന ബോധത്തോടു കൂടി ജീവിക്കണം. ഇതാണ് അള്ളാഹു നമ്മോട് ചെയ്തിട്ടുള്ള കരാറ്. ഈ കരാറ് പൊളിക്കുന്നവർ അള്ളാഹുവിനോടുള്ള കരാറ് പൊളിക്കുന്ന ആളുകൾക്കുള്ള, അടിമയാണെന്ന ബോധമില്ലാത്തവർക്കുള്ള ഒന്നാമത്തെ അടയാളം എന്താണ്? ചേർത്തപ്പെടാൻ പറഞ്ഞ ബന്ധങ്ങൾ മുറിക്കുന്നതാണ്. മാതാപിതാക്കളുള്ള ബന്ധങ്ങൾ മുറിക്കും, രക്തബന്ധങ്ങൾ മുറിക്കും, അയൽപക്ക ബന്ധങ്ങൾ മുറിക്കും, സൽജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കും, ഗുരുനാഥന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിക്കും. ഏതെല്ലാം ബന്ധങ്ങൾ ചേർത്തപ്പെടാൻ പറഞ്ഞിട്ടുണ്ടോ ആ ബന്ധങ്ങളൊക്കെ മുറിക്കുന്നത് അള്ളാഹുവിനോടുള്ള കരാറ് പൊളിച്ചതിൻ്റെ അടയാളമാണ്. ഈ ബന്ധങ്ങൾ മുറിച്ചാൽ കുടുംബം എന്ന് പറയുന്നത് സ്വന്തം മക്കൾ മാത്രമല്ല, മാതാപിതാക്കൾ മാത്രമല്ല. കുടുംബം എന്ന് പറയുന്നത് സ്വന്തം പെങ്ങന്മാര് മാത്രമല്ല, ജ്യേഷ്ഠാനുജന്മാര് മാത്രമല്ല. അതേ സമയത്ത് കുടുംബം എന്ന് പറയുന്നത് നിന്റെ മാതാവിൻ്റെ സഹോദര സഹോദരിമാരാണ്, നിന്റെ പിതാവിൻ്റെ സഹോദര സഹോദരിമാരാണ്. നിന്റെ പിതാവിൻ്റെ സഹോദര സഹോദരിമാർ അവരാ നിന്റെ കുടുംബം. നിന്റെ മാതാവിൻ്റെ സഹോദര സഹോദരിമാർ അവരാ നിങ്ങളെ കുടുംബം. അവരുമായിട്ട് വർഷത്തിൽ ഒരിക്കൽ പോലും ബന്ധപ്പെടുന്നവരുണ്ടോ? ക്ഷേമാഐശ്വര്യങ്ങൾ അറിയുന്നവരുണ്ടോ? അവരെ സുഖദുഃഖങ്ങളിൽ പങ്കാകുന്നവരുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഈ ഇരിക്കുന്ന നമ്മളൊക്കെ കുടുംബം ബന്ധമുള്ളവരാണെന്ന് പറയുന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയ കുടുംബം ഏതാണ്? നമ്മുടെ മക്കള്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാര്, ഇവര് മാത്രമാണ് നമ്മൾ കുടുംബമാണെന്ന് കണക്ക് കൂട്ടിയത്. അതേസമയം നമ്മുടെ മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാരെ നമ്മൾ അറിയാറില്ല. അവരുമായിട്ട് സുഖക്ഷേമാഐശ്വര്യങ്ങൾ കൈമാറലില്ല, അവരെ സുഖദുഃഖങ്ങളിൽ പങ്കാവലില്ല. മക്കളെ, അല്ലിമു ഔലാദക്കും അൻസാബക്കും, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ കുടുംബം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. കൈതുസുലബിഹിർഹാമുക്കും, ആ കുടുംബം പഠിച്ചെങ്കിലേ അവര് കുടുംബം ചേർത്തുകയുള്ളൂ, അവര് ബന്ധങ്ങൾ സ്ഥാപിക്കുകയുള്ളൂ. നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ ഉപ്പമാരെ പറ്റി, ഉമ്മമാരെ പറ്റി, ഉപ്പയുടെ കുടുംബത്തെ പറ്റി, ഉമ്മയുടെ കുടുംബത്തെ പറ്റി, നിങ്ങളെ കുടുംബങ്ങളെ പറ്റി നല്ലപോലെ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തെങ്കിലേ അവരാ കുടുംബം ചേർത്തുകയുള്ളൂ. കുടുംബം മുറിച്ചവന് സ്വർഗമില്ല മക്കളെ, കുടുംബം മുറിച്ചവന് അമലില്ല മക്കളെ, കുടുംബം മുറിച്ചവന്റെ അമലുകൾ ഉയർത്തപ്പെടുകയില്ല മക്കളെ. ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ദീൻ അനുസരിച്ച് എന്നെ ഞാനാക്കി തീർത്തിട്ടുള്ള എൻ്റെ മശായിഖന്മാര് പറഞ്ഞതനുസരിച്ച് അവരെ പൊരുത്തം കൊണ്ട് ഞാൻ പറയുന്നു, ഇല്ല, കുടുംബം മുറിച്ചവൻ രക്ഷപ്പെടുമെന്ന് തോന്നിയില്ല, കുടുംബം മുറിച്ചവന് സ്വർഗം കിട്ടുമെന്ന് തോന്നിയില്ല. ഏത് ഔലിയാക്കന്മാരെ മഖ്ബറയിൽ ചെന്നുകൊണ്ട് നീ പ്രാർത്ഥന നടത്തിയാലും, ഏത് ദിക്റിന്റെ സദസ്സിൽ ചെന്നുകൊണ്ട് നീ പ്രാർത്ഥന നടത്തിയാലും, ഏത് ഔലിയാക്കൾ സദാത്തുക്കളെ പ്രാർത്ഥനയിൽ നീ പങ്കെടുത്താലും, നീ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന മേൽപോട്ട് ഉയർത്തപ്പെടൂല. നീ ആ സദസ്സിലുണ്ടോ, ആ സദസ്സിലെ പ്രാർത്ഥന മേൽപോട്ട് ഉയർത്തപ്പെടൂല എന്ന് സാദാത്തുക്കൾക്ക് സയ്യിദായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. കുടുംബം മുറിച്ചാൽ പിന്നീട് വരാൻ പോകുന്നത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, എല്ലാവരും തമ്മിൽ വഴക്കും വക്കാണവും ഉണ്ടാകും, മഹല്ലത്തിൽ ഐക്യമുണ്ടാവില്ല, മഹല്ലത്തിൽ സ്വരച്ചേർച്ചയുണ്ടാവില്ല. എല്ലായിടത്തും പ്രശ്നങ്ങളാ. വീട്ടിൽ പ്രശ്നമാ, നാട്ടിൽ പ്രശ്നമാ, കുടുംബത്തിൽ പ്രശ്നമാ, പരസ്പരം വൈരാഗ്യങ്ങളാ, പരസ്പരം ഭിന്നിപ്പുകളാ, കക്ഷികളും ഗ്രൂപ്പുകളുമാ. ഇതിനെല്ലാം കാരണമായി തീർന്നത് ചേർത്തപ്പെടാൻ പറഞ്ഞ ബന്ധം മുറിച്ചതാ എന്ന് ഖുർആനിലുള്ളതാ. ഞാൻ നിർത്തിയൂല. ഇകലഹുമുൽ ലഅനതു വലഹും സുഉദ്ദാർ. അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തല്ല, അവർക്ക് റഹ്മത്തിന് പകരം ഉലൈക ലഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിന്റെ ശാപമാണ് ഉള്ളത്, ലഅനത്താണ് ഉള്ളത്. വസുഉദ്ദാർ,
വളരെ മോശപ്പെട്ട നരകമാണ് അവർക്ക് ഉള്ളത്. അള്ളാഹുവിന്റെ നരകമാണ് അവരെ കാത്തിരിക്കുന്നത്. നരകത്തെ പറ്റി പറയാൻ സമയമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് പരസ്പരം ബന്ധങ്ങളൊക്കെ വിളക്കി ചേർക്കുക. എല്ലാവർക്കും താഴ്മ, എല്ലാവരോർക്കും ഒതുങ്ങിക്കൊടുക്കുക. മൻ തവാളഅ റഫഅഹുല്ലാഹ്. ആരാണ് ഒതുങ്ങിക്കൊടുക്കുന്നത്, ആരാണ് താഴ്ന്നു കൊടുക്കുന്നത്, അവനെ അല്ലാഹു ഉയർത്തുന്നതാണ്. വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. ആരാണ് സ്വയം ഉയരാൻ ശ്രമിക്കുന്നത്, ആരാണ് വലുതാകാൻ ശ്രമിക്കുന്നത്, ആരാണ് അഹങ്കാരം നടിക്കുന്നത്, അവനെ പടച്ച റബ്ബ് താഴ്ത്തുന്നതാ. പടച്ച റബ്ബ് ഉയർത്താൻ, റബ്ബിന്റെ പ്രീതി കിട്ടാൻ, റബ്ബിന്റെ അടുത്ത് ശിക്ഷ കിട്ടാൻ പരമാവധി ഒതുങ്ങിക്കൊടുത്തോളൂ, വിനയം പ്രകടിപ്പിച്ചോളൂ, താഴ്ന്നു കൊടുത്തോളൂ. അർഹമുർ-റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ഇജാബത്തുള്ള സദസ്സിൽ നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹ് നമ്മളെ കബൂലാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സന്തോഷവും റാഹത്തും നമുക്ക് നൽകട്ടെ. ഭാര്യമാർക്ക് ഒതുങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കളാവുക, ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാരാവുക. ഭാര്യമാര് ബുദ്ധി കുറഞ്ഞവരാ, ഇബാദത്ത് കുറഞ്ഞവരാ. ഒരു പുരുഷന്റെ ബ്രെയിനകത്തുള്ളതിനേക്കാൾ 700 കോടി സ്ഥിരാവ്യൂഹങ്ങളെ കുറവ് പെണ്ണുങ്ങൾക്ക് ഉള്ളതാ. അവര് അപലകളും ചപലകളുമാ, അവരൊരുപാട് കുറവുള്ളവരാ, അവര് പാവങ്ങളാ. അവർക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ട് അവർക്ക് ഒതുങ്ങിക്കൊടുക്കുക. ഹബീബ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് വഹിബ്ബു അൻ നകൂന കരീമൻ മഗ്ലൂബാ. പെണ്ണുങ്ങൾക്ക് ഒതുങ്ങിക്കൊടുക്കുന്ന മാന്യനാവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഭാര്യമാർക്ക് ഒതുങ്ങിക്കൊടുത്ത നേതാവാണ് റസൂലുള്ളാഹ്, ഹബീബുള്ളാഹ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ആശിഖീങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, മഹാനായ സൂഫി ശൈതങ്ങളെ ബറക്കത്ത് കൊണ്ട്, സയ്യിദ് സഖാഫ് തങ്ങളെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന റബ്ബ് കബൂലാക്കട്ടെ, നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവരും സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا സർവാധിനാഥനായ يا അല്ലാഹുവേ, ഈ പാതിരാ സമയം വരെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ് ഹബീബായ മുത്തുനബിൻ്റെ ഹക്ക് കൊണ്ട്, മുത്തുനബിൻ്റെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, അവിടുത്തെ ആശിഖീങ്ങളെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ഈ നിമിഷം വരെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ അരുതായ്മകൾ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ഇത്തരം വേദികളെല്ലാം ഞങ്ങളെ തൊട്ട് നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ലഭിക്കുന്നതിന് കാരണമാക്കണേ അല്ലാഹ്, കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളാരും നിന്നെ ധിക്കരിച്ചു ചെയ്യുന്നവരല്ല, നിന്നെ മറന്ന് ചെയ്യുന്നവരല്ല. ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകളാണ്. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹജനങ്ങൾ,
ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ ചെയ്യാം എന്ന് വാക്കുകൊടുത്തവർ, ഞങ്ങളടുത്ത് പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവേ ഞങ്ങളെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു പോയിട്ടുള്ള മക്കൾ, റബ്ബേ ഞങ്ങൾക്ക് ഖിദ്മ ചെയ്യുന്നവർ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ പടപ്പുകളോടും നിന്നോടുമുള്ള ബാധ്യത നിർവഹിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ. അത്തരം സൽജനങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, പെടുത്തണേ അല്ലാഹ്. ഈ ദുനിയാവിൽ എന്ത് നേടിയാലും ഇല്ലെങ്കിലും ദുനിയാവെന്ന് കണ്ണടയ്ക്കുമ്പോൾ പരിപൂർണ ഈമാനോടെ കലിമ ചൊല്ലി ഹബീബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കൊണ്ട് കൽബിലെങ്കി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നിഅമത്തുകൾ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കരുത് അല്ലാഹ്. ഇൽമും ഹിദായത്തും ഈമാനും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. കഴിഞ്ഞുപോയ ഇന്നലകളേക്കാൾ വരുന്ന നാളുകളെ ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് ഉപകാരപ്രദമായ അമലുകൾ ചെയ്യാനുള്ള സൗഭാഗ്യമുള്ളതാക്കി തീർക്കുക റബ്ബേ. അല്ലാഹുവേ, ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് നീ പൊരുത്തപ്പെട്ടവരെ സാന്നിധ്യത്തിൽ വെച്ച് നിറഞ്ഞ ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് യോഗ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്, എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യമാരിൽ, മക്കളിൽ, ബന്ധുക്കളിൽ, കുടുംബങ്ങളിലുള്ള എത്രയോ ആളുകൾ പല ആവശ്യങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കൾക്കും സുഖം ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിശ്ചയിച്ചു വെച്ചതും ഉറപ്പിച്ചു വെച്ചതും തീരുമാനിച്ചതും തുടങ്ങി വെച്ചതുമായ സർവകാര്യങ്ങളും പൂർത്തിയാക്കി തരണേ അല്ലാഹ്. മരിക്കുവോളം നിന്റെ ഇൽമിന് ഖിദ്മ ചെയ്യാൻ, നിന്റെ ദീനിന്റെ ഖിദ്മയിലായി ഞങ്ങളെ ജീവിക്കാൻ ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ആളുകൾ ഇതറുകയിൽ വന്നുകൊണ്ട് മഹാനായ സൂഫി ഷഹീദിൻ്റെ സമീപത്ത് വന്നുകൊണ്ട്, സയ്യിദ് സഖാഫ് തങ്ങളെ സമീപത്ത് വന്നുകൊണ്ട് അവരെ 100 ആവശ്യങ്ങൾ പരിഹരിച്ച് തിരിച്ചു പോകുന്നു. അല്ലാഹ്, പാപികളാ അയാ ഔലിയാ അല്ലാഹ്, ഇവിടുന്ന് ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണേ യാ ഔലിയാ അല്ലാഹ്. ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണേ യാ ഔലിയാ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അബ്ദുൽ നാസർ എന്നൊരു സഹോദരൻ്റെ പിതാവ് ക്യാൻസർ രോഗം പിടിപെട്ട് സീരിയസിലാണെന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, ക്ഷമ കൊടുക്കണേ അല്ലാഹ്, ക്ഷമ കൊടുക്കണേ അല്ലാഹ്, പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. എത്രയെത്ര ആളുകളാണ്, ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉൾപ്പെടെ പലരും ക്യാൻസർ രോഗം പിടിപെട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ ഓർമ്മയിലുണ്ട്. റബ്ബേ, ശിഫ കൊടുക്കല്ലാഹ്. അല്ലാഹുവേ, പലപ്പോഴും ഏത് സമയത്തും എവിടെ ചെന്നാലും വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്ന്, സഹായങ്ങൾ നൽകി, ഹദിയകൾ തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഊണും ഉറക്കവും ഒഴിഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്. റബ്ബേ, ഈ മഹാന്മാരാക്ക് ബറക്കത്ത് കൊണ്ട് അവരെയൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്, നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ എന്തെല്ലാം ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. റബ്ബേ, നീ അറിയുന്നവനാണ്, എളുപ്പമായി സാധിപ്പിച്ചു തരണേ അല്ലാഹ്.
നിഅമത്തുകൾ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കളിൽ നിന്ന് ഞങ്ങൾക്കെപ്പോഴും കണ്ണിന് കുളിർമ നൽകു റബ്ബേ. ഞങ്ങളെ ശിഷ്യ പരമ്പര ഖിയാമത്തു നാൾ വരെ നല്ലവരാക്കി തരണ റബ്ബേ. اللهم اغفر أمة محمد اللهم ارحم أمة محمد اللهم اكسر أمة محمد اللهم تقبل من أمة محمد واشرنا في زمرة محمد بحق محمد وآل محمد وأصحاب محمد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും.